നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1735 ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ നിത്യ PS ആണ്. ഡോക്ടർ നിത്യ നമുക്ക് ഇതിനോടകം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടറുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം ചുമ എന്നുള്ളതാണ്. ചുമ, പലതരത്തിലുള്ള ചുമ, അതിനുള്ള ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എല്ലാ ദിവസത്തെയും പോലെ ഒരു കഥ പോലെ വളരെ നല്ല ഒരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടറെ ക്ലാസ്. താങ്ക് യു മാഡം. അപ്പോൾ നമുക്ക് ഇന്ന് കഫ് നമ്മൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോവിഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരികയാണ് അല്ലേ. ഇപ്പൊ കോവിഡിന്റെ നമുക്ക് OPയിൽ ഇപ്പൊ ഏറ്റവും ഡിഫിക്കൽട്ട് ടു മാനേജ്, ഇപ്പം ഒത്തിരി പേഷ്യൻസ് ഒക്കെ ഉള്ള OPയിൽ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ടു മാനേജ് കഫ് തന്നെയാണ്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സിംറ്റം എന്ന് വെച്ചാൽ കഫ് ഇങ്ങനെ വരും. ചില കേസിനകത്ത് നമുക്ക് സ്പ്യൂട്ട് ഒട്ടും ഇല്ല, ജസ്റ്റ് നോക്കുമ്പോൾ റാഡ്ലിംഗ് ഇല്ല, ശ്രദ്ധ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒട്ടും റെയിൽസോ റാഡ്ലിങ്ങോ ഒന്നും തന്നെ കിട്ടുന്നില്ല, പക്ഷേ കഫ് പോകുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കഫിലോട്ട് മൊത്തത്തിൽ കഫിനെ ഒന്ന് ഫോക്കസ് ചെയ്തത്. അപ്പം നമ്മുടെ ഈ നമ്മുടെ ഇന്നത്തെ ഈ പ്രസന്റേഷനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കമ്പനിങ് സിംറ്റംസ് അല്ലെങ്കിൽ കൺകോമിറ്റന്റ് സിംറ്റംസ് വെച്ചിട്ട് ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റം ആയിരിക്കും എഫക്റ്റഡ് ആകുന്നത്, അതിന്റെ കൂടെ അക്കമ്പനീഡ് ആയിട്ട് കഫും വരുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ എക്സ്പെക്ട്രേഷന്റെ കളറ്, അതേപോലെ ടേസ്റ്റ് ഓഫ് ദ എക്സ്പെക്ട്രേഷൻ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ കഫിനെയും ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസിൽ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സാധാരണ കോമൺ കഫ്സ് നമ്മൾ കൊടുക്കുന്ന എല്ലാ മെഡിസിൻസും എല്ലാവർക്കും അറിയാം. പക്ഷെ അതല്ലാതെ നമ്മൾ മിസ് ചെയ്ത് പോകുന്ന പക്ഷെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കഫ്സ് ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ച് സമയം കൂടെ തരാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ മെഡിസിൻ ഏതാന്ന്. അതായത് കഫ് ഡീപ് ഹോളോ വിച്ച് സൗണ്ട്സ് ലൈക്ക് എ ട്രംപറ്റ്. പക്ഷെ നമുക്ക് എന്താ പറയുന്നത്, അത്രയും ഒരു ട്രംപറ്റിലിട്ട് അടിച്ചു കഴിഞ്ഞാലുള്ള സൗണ്ട് എങ്ങനെയാണ് അതേപോലത്തെ ടൈപ്പ് ഓഫ് കഫാണ് കിട്ടുന്നതെങ്കിൽ ഏതായിരിക്കും മെഡിസിൻ? വെർബാസ്കം ആണ് മെഡിസിൻ, വെർബാസ്കം. അപ്പം അതേപോലത്തെ കുറച്ച് റെയർ മെഡിസിൻസ് ഞാനിവിടെ കൺകോമിറ്റന്റ് സിംറ്റം വെച്ചിട്ട് പറയാൻ പോകുന്നത്. നെക്സ്റ്റ്, കഫ് ഫോളോഡ് ബൈ ഇറക്ടേഷൻ ഓഫ് ഗ്യാസ്, അതായത് GAT വിത്ത് കഫ്, GAT എഫക്ട് ചെയ്തിട്ട് വിത്ത് കഫ് വരികയാണ്. അതായത് കഫ് ഫോളോഡ് ബൈ ഇറക്ടേഷൻ ഓഫ് ഗ്യാസ്, കഫ് ഓൺ എൻട്രിങ് എ വാം റൂം ഫ്രം കോൾഡ് എയർ. ഇപ്പൊ നമ്മൾ മുറിക്ക് അകത്തോട്ട് കയറുമ്പോഴാണ് കഫ്. സാധാരണ കുറെ കഫ്സ് ഉണ്ട്, നമുക്കറിയാം അക്കോണൈറ്റ്, ഹെപ്പാർ, ഇതൊക്കെ നമുക്കറിയാം തണുപ്പത്തോട്ട് പോകുമ്പോഴാണ് കഫ് വരുന്നത്. പക്ഷെ ഇത് തിരിച്ചാണ്, പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് കഫ് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ എന്താ ഉള്ളത്? ഇറക്ടേഷൻ ഓഫ് ഗ്യാസ്, ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പ്ലസ് കഫ്, വിച്ച് ഇസ് എ മെഡിസിൻ ദാറ്റ് ഇസ് വെറാട്രമാൽബം ആണത്. ഇതൊക്കെ നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാത്തൊരു മെഡിസിൻ ആണ്. അത് ചൂടുമുറിയിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ കഫ്, പിന്നെ ഇറക്ടേഷനും കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് വെറാട്രമാൽബം. അതേപോലെ കഫ് ഡ്രൈ ഇറിറ്റേറ്റിംഗ്, ഭയങ്കരമായിട്ടുള്ളൊരു കഫ് ഉണ്ട്, ഇറിറ്റേറ്റിംഗ് ആണ്, പരോക്സിസ്മൽ. സംടൈംസ് വിത്ത് ഈ കഫിന്റെ കൂടെ ബ്ലഡ് വരുന്ന മെഡിസിൻസ് വളരെ കുറച്ചേ നമുക്ക് ഉള്ളൂ, കുറച്ച് മെഡിസിൻസേ ഉള്ളൂ ചുമയ്ക്കുമ്പോൾ വിത്ത് എക്സ്പെക്ട്രേഷൻ ഓഫ് ബ്ലഡ്, ആൻഡ് ദാറ്റ് ഈസ് വനേഡിയോ ആണ്. അതായത് വൺസ് അഗെയിൻ കഫ് വിത്ത് ഇറിറ്റേറ്റിംഗ് പരോക്സിസ്മൽ കഫ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. പരോക്സിസ്മൽ അറ്റ് 1 പരോക്സിസം 2 പരോക്സിസം, അങ്ങനെ പരോക്സിസ്മൽ ഉള്ള കഫ് ഉണ്ട് വിത്ത് ബ്ലീഡിംഗ് ടെൻഡൻസിയും കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വനേഡിയം. നെക്സ്റ്റ്, ഈ ഒരു മെഡിസിൻ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് ചില കേസ്, ഞാൻ ഇനിയിപ്പോ അടുത്ത പറയാൻ പോകുന്ന ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ചുമ വന്നിട്ടും ഒരുമാതിരിപ്പെട്ട മെഡിസിൻസ് എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് പക്ഷെ എന്നിട്ടും കഫ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ പറയാം, ഇത് ഹാർഡ് ഡ്രൈ കഫ് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറക്കത്തിൽ കിടക്കുമ്പോഴത്തേക്കും നല്ലതായിട്ട് കഫ് വരെയാണ്. എക്സ്പെക്ട്രേഷൻ ആണ്, തിക്കാണ്, പ്രൊഫ്യൂസ് ആണ്, ഈസിയാണ്. സഫക്കേഷൻ ഈവൻ ഇൻ പ്ലെന്റി ഫ്രഷ് എയർ, ലോങ്സ് ഫോർ കോൾഡ് ഫ്രഷ് എയർ. അതായത് തണുത്ത എയറിലോട്ട് പോകാൻ, എയർ കിട്ടാനുള്ള ഒരു എന്താ പറയുന്ന ഒരു ക്വെഞ്ചിങ് കൂടുതലാണ്. പിന്നെ ഉറക്കത്തിലാണ് വരുന്നത്. എക്സ്പെക്ട്രേഷൻ എങ്ങനെയാണ്? തിക്കാണ്, പ്രൊഫ്യൂസ് ആണ്.
ഹാർഡ് ഡ്രൈ കഫ് ഡ്യൂറിങ് സ്ലീപ്പ്. ഈ ഉറക്കത്തിൽ കിടന്ന് ചുമക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഉറക്കത്തെ അറിയാതെ ചുമക്കുന്ന മെഡിസിൻ, സൈക്ലാമിൻ എന്നൊക്കെ പറയുന്ന ഉറക്കത്തെ അറിയാതെ ചുമച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷെ അറിയുന്നില്ല പേഷ്യന്റ് ചുമക്കുന്നുണ്ടെന്ന്. ഇത് പക്ഷെ അങ്ങല്ല, ഉറക്കത്തിൽ ചുമ വന്ന് എഴുന്നേക്കുകയാണ്. എന്നിട്ട് എന്താ വേണ്ട, എയർ വേണം, എയറിന് വേണ്ടി അങ്ങ് ക്രേവ് ചെയ്യാണ്. റെയിൽസ് ഓവർ ദ ചെസ്റ്റ്. ഫ്രഷ് കോൾഡ് എയറിന് ഭയങ്കരമായിട്ടുള്ള ഒരു ദാഹമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ട്യൂബർകുലിനം. ട്യൂബർകുലിനം നമുക്ക് പൊതുവേ എന്താ പറയുന്നത്, നമുക്ക് പൊതുവെ അല്ലാതെ മിയാസ്മാറ്റിക് ആയിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ചില കേസസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ കഫിന്റെ അക്യൂട്ട് സിംറ്റം എല്ലാം നോക്കുന്നുണ്ടെങ്കിലും ഇപ്പം എന്താണ് പറയുന്നത്, സോറിക് സിംറ്റംസ് പ്രിഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കേസിനകത്ത് ഒരു ഡോസ് സൾഫർ കൊടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മെഡിസിനോട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ആക്ഷൻ കിട്ടും. ആ എക്സ്പെക്ടേഷൻ നല്ല വൃത്തിക്ക് പുറത്തു പോകും. അതേപോലെ നമുക്കറിയാം, ഇപ്പൊ നൈറ്റ് അഗ്രവേഷൻ ഒക്കെ ഉണ്ട്, സലൈവേഷൻ ഒക്കെ കൂടുതലാണ് ഈ മെർക്സോൾ സിഫിലിറ്റിക് മെഡിസിൻ കൊടുക്കുകയാണ്. കളർ ഓഫ് ദ എക്സ്പെക്ടേഷൻ പച്ച കളറൊക്കെ ഉണ്ടെങ്കിൽ മെർക്സോൾ കൊടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് സിഫിലിറ്റിക് മെഡിസിൻ ആണ് കൊടുക്കുന്നത്. വിത്ത് ഇനി അതർ മെഡിസിൻ കൂടെ കൊടുക്കും, വേറെ ഏതെങ്കിലും ഇൻഡിക്കേറ്റ് മെഡിസിൻ കൂടെ വരുന്ന കൂടെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ മിയാസ്മാറ്റിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ആ കഫ് പെട്ടെന്ന് സബ്സൈഡ് ചെയ്യും. കാരണം ഇപ്പൊ നമ്മൾ ഈ കഫ് ഒരുപാട് കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സ്, ദിവസവും ഒരുപാട് കഫ് കിട്ടുന്ന ഡോക്ടേഴ്സ് ഗ്രൂപ്പിൽ ഉണ്ടാവും. അവർക്ക് മനസ്സിലാവും ഹൗ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മാനേജ് കഫ് അറ്റ് ദിസ് ടൈം. ഈ ഒരു സമയത്ത് കഫ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കോവിഡ് കഫാണോ, കോവിഡ് ചെക്ക് ചെയ്യാതെ കഫ് ഡിറ്റക്ട് ചെയ്യാതെ പോകുന്നതാണോ ഒന്നും അറിയത്തില്ല, പക്ഷെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചുമ. സോ നെക്സ്റ്റ്, കഫ് ഫോളോഡ് ബൈ ഹിക്കഫ്. ഇക്കിള് പോലെ വന്നിട്ട് കഫ് ഫോളോഡ്, ചുമക്കുന്നുണ്ട്, അത് കഴിയുമ്പോൾ ഇക്കിള് വരികയാണ്, വീണ്ടും കഫ് വരുന്നു, വീണ്ടും ഹിക്കഫ് വരുന്നു, വിച്ച് ഇസ് എ മെഡിസിൻ. അത് നമ്മളൊന്നും അധികം ശ്രദ്ധിക്കാത്ത ഒരു മെഡിസിനാണ്, ട്രില്ലിയം പെൻഡുലം. നമ്മളൊരു ഹെമറേജിക് മെഡിസിൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പിന്നെ യൂട്രൈൻ റെമഡി അല്ലെങ്കിൽ ഹെമറേജിക് മെഡിസിന്റെ ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന മെഡിസിൻ ആണെങ്കിൽ പോലും എന്താണ്, ഇഫ് കഫ് ഈസ് ഫോളോഡ് ബൈ ഹിക്കഫ്, ദ മെഡിസിൻ ഇസ് ട്രില്ലിയം പെൻഡുലം. അതേപോലെ നെക്സ്റ്റ്, കഫ് ലൂസ് വിത്ത് റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് ഇൻ ദ ചെസ്റ്റ്, വേഴ്സ് ബാത്തിങ് ആൻഡ് മോർണിംഗ്. അത് കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ചുമ കൂടും. ചില കേസിൽ നമ്മൾ പറയും കുളിക്കാനേ പറ്റില്ല, തല നനയ്ക്കാനേ പറ്റില്ല, തല നനച്ച് കഴിഞ്ഞാൽ അപ്പോഴും ചുമ തുടങ്ങും. അതിന് ഒരു മിയാസ്മാറ്റിക് എക്സ്പ്രഷൻ കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് ദ സൾഫർ. അപ്പം സൾഫറിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും, ലൂസ് ആയിരിക്കും, റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കോ, അകത്തിങ്ങനെ ലൂസായിട്ട് റാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെസ്റ്റിൽ നല്ലപോലെ റാറ്റ്ലിംഗ് ഉണ്ട്. വേഴ്സ് ആകുന്ന എപ്പോഴാ, ബാത്തിങ്, കുളിക്കുമ്പോഴത്തേക്കും രാവിലെയുമാണ് അഗ്രവേറ്റ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് സൾഫർ. ഇനി അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത്, അതായത് ഇൻഫ്ലുവൻസൽ കഫ് ഫ്രം നൂൺ ടു മിഡ് നൈറ്റ്. അതായത് ഉച്ചയ്ക്ക് തുടങ്ങുന്ന, ഉച്ച മുതൽ ഈ കഫിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ചില മെഡിസിനകത്ത് ചുമ വൈകുന്നേരം ചുമ തുടങ്ങത്തുള്ളൂ. ചില കേസിൽ തലയണയ്ക്കകത്ത് തല തട്ടിയാലേ ചുമ കൂടുതലായിട്ട് അങ്ങോട്ട് പകല് മൊത്തം ചുമയില്ല, പക്ഷെ തലയണയ്ക്കകത്തോട് തല വെച്ച് കഴിയുമ്പോൾ ചുമ തുടങ്ങും. ചിലതിനകത്ത് വൈകുന്നേരം മുതൽ രാത്രി വരെ ചുമ, ചിലത് രാത്രി മാത്രമേ ചുമ. അപ്പൊ ഇതിനകത്ത് ഈ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന മെഡിസിനകത്ത് എങ്ങനെയായിരിക്കും, ഇൻഫ്ലുവൻസൽ കഫ് ആണ്. ഇൻഫ്ലുവൻസൽ കഫ് ഫ്രം നൂൺ ടു മിഡ് നൈറ്റ് എന്ന് വെച്ചാൽ ഉച്ച തൊട്ട് രാത്രി വരെ, പാതിരാത്രി വരെ ചുമ ഉണ്ടാവും. വിത്ത് ലിറ്റിൽ എക്സ്പെക്ടേഷൻ ഡ്യൂറിംഗ് ഡേ എക്സ്പെക്ടേഷൻ ഈസ് കോപ്പിയസ് ഗ്രീൻ ആൻഡ് സ്വീറ്റിഷ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾട്ടി എക്സ്പെക്ടേഷൻ ഉണ്ട്, പച്ചയുണ്ട്, പച്ചയും സ്വീറ്റിഷും ഉണ്ട്. പിന്നെ വയലന്റ് ഡ്രൈ കഫ് ഇൻ ദി ഈവനിങ്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കഫ് ഡ്രൈ ആയിട്ട് മാറും. കഫ് ആഫ്റ്റർ മീസിൽസ്, കഫ് വേഴ്സ് ടുവേർഡ്സ് ഈവനിങ് ആൻഡ് വെൻ ടയേർഡ്. അതായത് നമുക്ക് കഫ് ആഫ്റ്റർ മീസിൽസ്, കഫ് വേഴ്സ് വെൻ ടയേർഡ്, കഫ് വേഴ്സ് ടുവേർഡ്സ് ഈവനിങ് ആൻഡ് വെൻ ടയേർഡ്. ഭയങ്കരമായിട്ടൊരു തളർച്ച ഇതിന്റെ കൂടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റിക്റ്റ ആണ് മെഡിസിൻ. അതായത് ഒന്നുകൂടെ പറയാം, അത് ഈ ചുമ എങ്ങനെ തുടങ്ങിയേക്കണേ, എപ്പോഴും തുടങ്ങിയേക്കണം, ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് പാതിരാത്രി വരെ ചുമ നിൽക്കുകയാണ്. പിന്നെന്താണ്, ഡ്യൂറിംഗ് ഡേ എക്സ്പെക്ടേഷൻ ഈസ് കോപ്പിയസ് ഗ്രീൻ ആൻഡ് സ്വീറ്റിഷ്. അതായത് പകല് സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഉച്ച സമയത്ത്, ആ സമയത്തൊക്കെ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എക്സ്പെക്ടേഷൻ, ഗ്രീനും സ്വീറ്റിഷും ആയിരിക്കും. വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ എന്താവും, ഡ്രൈ ആവും കഫ്, ഡ്രൈ ആയിട്ട്. അതുപോലെ കഫ് ആഫ്റ്റർ മീസിൽസ്, കഫ് വേഴ്സ് ടുവേർഡ്സ് ഈവനിങ് ആൻഡ് വെൻ ടയേർഡ്. നല്ല പോലെ ടയേർഡ് ആകുമ്പോഴത്തേക്കും കഫ് വരികയാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദി സ്റ്റിക്റ്റ പൾമണൈൽ. നെക്സ്റ്റ്, അപ്പോ സ്പീഡ് കൂടുന്നില്ലല്ലോ മാഡം? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ്, കഫ് വിത്ത് സ്നീസിങ്, വാട്ടറിംഗ് ഓഫ് ഐസ് പ്ലസ് ഇൻവോളണ്ടറി യൂറിനേഷൻ. ഈ
ഇൻവോളണ്ടറി യൂറിനേഷൻ വരുന്ന കുറേ ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ കഫ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ആ കഫിന്റെ എഫക്ട് കൊണ്ട് ചില കേസിനകത്ത് റെസ്പിറേറ്ററി സിസ്റ്റം ആയിരിക്കും എഫക്റ്റഡ് ആവുന്നത്. ചില കേസിനകത്ത് എന്തായിരിക്കും റെസ്പിറേറ്ററി സിസ്റ്റം മാത്രമല്ല GAT എഫക്റ്റഡ് ആവും. അപ്പോഴാണ് ഇറക്ടേഷൻ ഓഫ് ഗ്യാസ്, അതേപോലെ സ്റ്റൊമക് പെയിൻ, അങ്ങനെ പല സിംറ്റംസ് ഈ കഫിന്റെ കൂടെ കയറി വരും. അപ്പൊ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സിംറ്റം ആണ് എന്താണ് കഫ് വിത്ത് സ്നീസിങ് ആൻഡ് സ്നീസിങ്, വാട്ടറിങ് ഓഫ് ദ ഐസ് പ്ലസ് ഇൻവോളണ്ടറി യൂറിനേഷൻ. കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്, യൂറിൻ പോകുന്നുണ്ട്. പിന്നെന്താണ് ചൈൽഡ് റബ്സ് ഫേസ് വിത്ത് ഫിസ്റ്റ് ഡ്യൂറിങ് കഫ്. മുഖം ഇങ്ങനെ റബ്ബ് ചെയ്യാണ് ഫിസ്റ്റ് വെച്ചിട്ട്, എന്താണ് ചുമക്കുന്ന സമയത്ത്. നെക്സ്റ്റ് എന്താണ് stitches in the chest, loose and rattling cough with much mucus. Stitches in the chest, loose and rattling cough with much mucus. കഫ് ഡ്യൂറിങ് മീസിൽസ്. ഈ കഫ് ഡ്യൂറിങ് മീസിൽസ് സ്റ്റിക്റ്റയ്ക്കും ഉണ്ട്, സ്ക്വില്ലയ്ക്കും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ സിംറ്റം ഇത്രയും കൂടെ വരികയാണെങ്കിൽ ഇത് സ്ക്വില്ലയാണ്. അതായത് ചുമയുടെ കൂടെ കണ്ണീന്ന് വെള്ളം വരുന്നു, യൂറിൻ കൂടെ പോകുന്നുണ്ട്. കോസ്റ്റിക്കത്തിനും ഒക്കെ ഉണ്ട് യൂറിൻ പോകുന്നു, പൾസാരിലൊക്കെ ഉണ്ട്, കോസ്റ്റിക്കത്തിനുണ്ട്. അങ്ങനെ 2-3 മെഡിസിൻസ് ഇതുപോലെ കൺകോമ്പിറ്റന്റ് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണ്? വാട്ടറിങ്, തുമ്മലുണ്ട്, ചുമയുടെ കൂടെ തുമ്മലുണ്ട്, കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്, ഇൻവോളണ്ടറി യൂറിനേഷൻ ഉണ്ട്. ഇൻവോളണ്ടറി യൂറിനേഷൻ, ചൈൽഡ് റബ്സ് ഫിസ്റ്റ് വിത്ത് ഹാൻഡ് ഡ്യൂറിങ് കഫ്. സ്റ്റിച്ചസ് ഇൻ ദ ചെസ്റ്റ് ആണ്. ലൂസ് ആൻഡ് റാഡ്ലിങ് കഫ് വിത്ത് മച്ച് മ്യൂക്കസ്. നന്നായിട്ട് കഫം പുറത്തേക്ക് വരുന്നുണ്ട്. കഫ് ഡ്യൂറിങ് മീസിൽസ്. ഇത്രയാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് സ്ക്വില്ല. ഇനി അടുത്തൊരു മെഡിസിൻ എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന മെഡിസിനകത്ത് ഈ തൈറോയ്ഡ് റിലേറ്റഡ് പേഷ്യൻസിന് വരുന്ന കഫിന് നമുക്കിത് നന്നായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ തൈറോയിഡിനകത്ത് നൊഡ്യൂളുള്ള പേഷ്യൻസ് ഒക്കെ വരുമല്ലോ. അപ്പൊ നൊഡ്യൂളുള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഓൾറെഡി ഇറിറ്റേഷൻ ഉണ്ട് ത്രോട്ടിനകത്ത് ഒരു എന്താ പറയുക, ഒരു റെസ്പിറേറ്ററി പാസേജസിനെയൊക്കെ റബ്ബ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ ടൈപ്പ് ഓഫ് പേഷ്യൻസിനകത്ത് നമുക്ക് ഞാൻ ഇനി പറയുന്ന മെഡിസിൻ കൊടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ പ്രത്യേകതകൾ? ഗ്രേറ്റ് ഡ്രൈനസ് ഓഫ് എയർ പാസേജസ്. അത് നമ്മൾ ഈ ഹോമിയോ ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഈ തൈറോയ്ഡ് പേഷ്യൻസിനെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹൈപ്പർ തൈറോയ്ഡ് ഉള്ള പേഷ്യൻസിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബ്ലി ഈ ഹൈപ്പർ തൈറോയ്ഡ് ഉള്ള പേഷ്യൻസിനകത്ത് നൊഡ്യൂൾസ് കാണാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കൂടുതൽ പേഷ്യൻസിനും ഹൈപ്പർ തൈറോയ്ഡ് പേഷ്യൻസിനകത്ത് ഇഫ് യു ഗോ ഫോർ എ സ്കാൻ, അതായത് അൾട്രാസൗണ്ട് തൈറോയ്ഡ് ചെയ്ത് നോക്കുമ്പോൾ വി ക്യാൻ സീ പ്രോബബ്ലി ദർ മേ ബി നൊഡ്യൂൾസ്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിനകത്ത് എപ്പോഴും നമ്മൾ കേസ് എടുക്കുമ്പോൾ വിൽ ഫീൽ ഡ്രൈനസ്, തൊണ്ടയ്ക്ക് വെള്ളദാഹം ഭയങ്കര കൂടുതൽ, തൊണ്ടയ്ക്ക് ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ അതേപോലത്തെ കേസസിനകത്ത് ഈ കഫ് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഗ്രേറ്റ് ഡ്രൈനസ് ഓഫ് എയർ പാസേജസ്, ഡ്രൈ കഫ് സൗണ്ട്സ് ലൈക്ക് സോയിങ് ഓഫ് ഫുഡ്, തടി അറക്കുന്ന പോലത്തെ പൊറോന്നുള്ളൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക ചുമയായിരിക്കും. ഓർ ബാർക്കിംഗ് ടൈപ്പ് ഓഫ് കഫ്, ഹോഴ്സ്നെസ് ഡ്യൂ ടു കഫ്, ഒച്ചയടപ്പുണ്ട് കഫിന്റെ കൂടെ, ടിക്ലിംഗ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ ഇങ്ങനെ എന്തോ ഒരു ചൊറിയുന്ന പോലെ തോന്നും. പേഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് അറിയത്തില്ല എന്തോ തൊണ്ട എന്തോ ചൊറിയുന്ന പോലെ തോന്നിക്കുന്നു. പക്ഷെ നമ്മൾ ഏത് മെഡിസിൻ കൊടുത്താലും ചിലപ്പോൾ ഇത് ആക്ട് ചെയ്യും. പക്ഷെ സ്പോഞ്ച് സൂപ്പർ ടൈപ്പ് ഓഫ് കഫിന് ആക്ട് ചെയ്യും. കഫ് റിലീവ്ഡ് ബൈ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്, എസ്പെഷ്യലി വാം ഡ്രിങ്ക്സ്. അതായത് നമ്മൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുമ്പോൾ കഫ് റിലീവ്ഡ് ബൈ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്, എസ്പെഷ്യലി വാം ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് റിലീവ്ഡ് ആവും. സോ ദാറ്റ് ഈസ് ദ മെഡിസിൻ ഈസ് സ്പോഞ്ചിയ. അപ്പൊ ഒന്നും കൂടെ ഒന്ന് പറയാം. അത് സ്പോഞ്ചിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എയർ പാസേജസ് എല്ലാം ഭയങ്കര ഡ്രൈ ആയിരിക്കും. പിന്നെ ഡ്രൈ ആയിട്ടുള്ള കഫ് ആയിരിക്കും. ഈ തടിയിലിട്ട് അറക്കുന്ന പോലത്തെ സൗണ്ട്, ബാർക്കിംഗ് ടൈപ്പ്, കുരയ്ക്കുന്ന പോലത്തെ സൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ഹ്യൂമൻ ബീങ്സിന് റിലേറ്റ് ചെയ്യുമ്പോൾ പറന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് സൗണ്ട്. പിന്നെ നമ്മൾ മറ്റേ നമ്മുടെ കീനോട്ടിലകത്തൊക്കെ വായിച്ചിട്ടുണ്ട്, ലൈക്ക് സോ ഡ്രിവൻ ത്രൂ ദ പൈൻ ബോർഡ് എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഈ തടി ഇറക്കുന്ന ടൈപ്പ് ഓഫ് സൗണ്ട് ആണ്. പിന്നെ എന്താണ് ഹോഴ്സ്നെസ്, ഇങ്ങനെ ചുമച്ച് കുറെ കഴിയുമ്പോൾ ഒച്ചയില്ല, പേഷ്യന് പറയാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഒച്ച അടപ്പാണ്, ഹോഴ്സ്നെസ് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കഫ് റിലീവ്ഡ് ബൈ പിന്നെ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് വാം ഡ്രിങ്ക്സ്. ഇത്രയാണെങ്കിൽ ദ മെഡിസിൻ ഈസ് സ്പോഞ്ചിയ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കഫ് വിത്ത് റാറ്റ്ലിംഗ്, വീസിങ് ആൻഡ് ഡിഫിക്കൽട്ട് ബ്രീതിങ്. റാറ്റ്ലിംഗ് ഉള്ള മെഡിസിൻ നമുക്ക് കുറെ അറിയാം അല്ലെ. റാറ്റ്ലിംഗ് ആസ് ആൽബം ഒക്കെ അറിയാം, റാറ്റ്ലിംഗ് മെഡിസിൻ ആണ്. പിന്നെ അതേപോലെ സൾഫർ ഈസ് ഓൾസോ ഹാവിംഗ് റാറ്റ്ലിംഗ് സിംറ്റംസ്. മോർണിംഗ് അഗ്രവേഷൻ ആണെങ്കിൽ സൾഫർ പറയുന്നു. അതേപോലെ തന്നെ വീസിംഗ് ഉണ്ട്, ഡിഫിക്കൽട്ട് ബ്രീതിങ് ഉണ്ട്, ഗ്രേറ്റ് അക്യൂമുലേഷൻ ഓഫ് മ്യൂക്കസ്, നെഞ്ചിനകത്ത് മൊത്തം കഫം കെട്ടിക്കിടക്കുകയാണ്. ഇത് എങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും? കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നമുക്ക് സ്ട്രൈക്കിങ് ആണ്. കൊടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതായത് കഫ് ഓഫ് ഓൾഡ് പീപ്പിൾ ആണെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ കൊടുക്കാം. പിന്നെ കഫ് എൻസ് ഇൻ സ്നീസിങ്, ഞാൻ നേരത്തെ പറഞ്ഞു ചുമയുടെ കൂടെ കണ്ണുനീര് വരുന്ന മെഡിസിൻ ഉണ്ട്, ചുമയുടെ കൂടെ ഗ്യാസ് പോകുന്ന മെഡിസിൻ ഉണ്ട്,
അതേപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെയായിരിക്കും, കഫ് എൻസ് ഇൻ സ്നീസിംഗ് ആണ്. ചുമ തീർന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, കണ്ണിൽ കൂടെ വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങും. പിന്നെ എന്താണ്, ബേഴ്സ്റ്റിംഗ് പെയിൻ ഇൻ ദ ബാക്ക് ഓൺ കഫിംഗ്. ഈ ബാക്ക് പെയിൻ ചുമയ്ക്കുമ്പം നോക്കി ബാക്കിലോട്ട് നടുവിലോട്ട് വേദന പോകുന്നുണ്ട്. ഇത്രയും സിംറ്റംസ് ഉണ്ടെങ്കിൽ തിങ്ക് ഓഫ് ദി സെനഗ. സെനഗയാണ് മെഡിസിൻ. അതായത് സെനഗ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക, റാറ്റ്ലിംഗ് ഓഫ് ദി ചെസ്റ്റ്, ചെസ്റ്റിനകത്ത് നല്ല റാറ്റ്ലിംഗ് ഉണ്ട്, വീസിംഗ് ഉണ്ട്, ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ഉണ്ട്. പിന്നെ എന്താണ്, ഗ്രേറ്റ് അക്യുമുലേഷൻ, നെഞ്ചത്ത് നന്നായിട്ട് കഫം കെട്ടിക്കിടക്കുന്നത്. ഓൾഡ് പീപ്പിൾ ആണ്, അവർക്ക് ചുമച്ച് പുറത്തേക്ക് കളയാൻ പറ്റുന്നില്ല, അതിനുള്ള പവർ കിട്ടുന്നില്ല. പിന്നെ എന്തൊക്കെയാണ്, പെയിൻ, നെഞ്ചത്ത് നല്ല കഫമുണ്ട്, അക്യുമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾഡ് പീപ്പിളിന്റെ കഫാണ്, റാറ്റ്ലിംഗ് ഉണ്ട്, ഇത് വീസിംഗ് ഉണ്ട്, ബ്രെത്ത്ലെസ്നെസ് ഉണ്ട്. പിന്നെ എന്താണ്, ഇതിന്റെ കൺകോമ്പിറ്റൻസ് സിംറ്റം എന്ന് വെച്ചാൽ ചുമയുടെ കൂടെ ഒന്ന് കണ്ണീന്ന് വെള്ളവും വരുന്നുണ്ട്. പിന്നെ എന്താണ്, റാറ്റ്ലിംഗ്, വീസിംഗ് ആൻഡ് ഡിഫിക്കൽട്ടി ബ്രീതിങ്, ഗ്രേറ്റ് അക്യുമുലേഷൻ ഓഫ് മ്യൂക്കസ്, സ്നീസിംഗ്, തുമ്മൽ വരുന്നുണ്ട്. കണ്ണീന്ന് വെള്ളമല്ല, തുമ്മലാണ്. കഫ് എൻസിൻ സ്നീസിംഗ്, തുമ്മലും വരുന്നുണ്ട്. പിന്നെ എന്താണ്, ബാക്ക് പെയിൻ ഉണ്ട്, റേഡിയേറ്റിംഗ് പെയിൻ ടു ദ ബാക്ക് വൈൽ കഫിംഗ്. ഇത്രയാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് സെനഗ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇനി നമുക്ക് ചില മെഡിസിൻസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് ഒറിജിൻ ആണ്. അത് വയറ്റിൽ നിന്ന് വരുന്ന പല ഇതും കൊണ്ട്, ഇപ്പൊ സിന ഇറ്റ്സ് എ ഗ്യാസ്ട്രിക് ഒറിജിൻ കഫ് മെഡിസിൻ. അതുപോലെ കുറെ മെഡിസിൻസ് ഉണ്ട് ഗ്യാസ്ട്രിക് ഒറിജിൻ ആയിട്ടുള്ള. കാർബോവെജ് ഇറ്റ്സ് എ ഗ്യാസ്ട്രിക് ഒറിജിൻ മെഡിസിൻ. അതുപോലെ തന്നെ ഒരു ഗ്യാസ്ട്രിക് ഒറിജിൻ മെഡിസിൻ ആണ് കഫ് വിത്ത് ഗ്യാസ്ട്രിക് ഒറിജിൻ റിലീവ്ഡ് ബൈ ഇറക്ടേഷൻ. അതായത് ഈ ഇത് റിലീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറക്ടേഷൻ പോകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, പിന്നെ ചുമ കുറയും. കഫ് വിത്ത് പെയിൻ ആൻഡ് ബേണിംഗ് വിച്ച് ഇസ് വേഴ്സ് ഓൺ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിലാണ് വേഴ്സ് ആകുന്നത്. മ്യൂക്കസ് സ്റ്റഫ്, റസ്റ്റി കളേർഡ് സ്പ്യൂട്ടം. റസ്റ്റി കളേർഡ് സ്പ്യൂട്ടം ആണ്. പിന്നെ ഫൊയ്റ്റിഡ് ആണ്. നമ്മൾ നേരത്തെ ബ്ലഡി പറഞ്ഞു, ആൻഡ് നൗ ഇറ്റ്സ് റസ്റ്റി കളേർഡ് സ്പ്യൂട്ടം. അപ്പം ഇത്രയുണ്ടെങ്കിൽ വെരി ഡിഫിക്കൽട്ട് ടു റേസ്. നമുക്ക് ഇത് കഫം പുറത്തോട്ട് വരത്തില്ല. നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കഫം പുറത്തേക്ക് വരത്തില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഗ്യാസ്ട്രിക് ഒറിജിൻ ആണ്, ഇറക്ടേഷൻസ് ഉണ്ട്. പിന്നെ എന്താണ്, റസ്റ്റി കളേർഡ് സ്പ്യൂട്ടം. ഇത്രയും ആണെങ്കിൽ തിങ്ക് ഓഫ് ദ സാങ്കുനേറിയ. നമ്മൾ സാങ്കുനേറിയൊക്കെ എന്താ പറയുന്നത്, ഹെഡേക്ക് മെഡിസിൻ, അങ്ങനെ റൈറ്റ് ഷോൾഡർ പെയിൻ മെഡിസിൻ, അതിന്റെയൊക്കെ ലിസ്റ്റിൽ പെടുത്തിരിക്കുന്ന ഒരാളാണ് സാങ്കുനേറിയ. പക്ഷെ സാങ്കുനേറിയക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അതായത് കഫത്തിനെ റേസ് ചെയ്തെടുക്കാനുള്ള പവർ ഇല്ല. അങ്ങനെയുള്ള കേസസിൽ വി ക്യാൻ ഗീവ് ദിസ് സാങ്കുനേറിയ. സാങ്കുനേറിയുടെ പ്രത്യേകതയാണ്, സ്പ്യൂട്ടോയുടെ കളർ എങ്ങനെ ആയിരിക്കും, റസ്റ്റി ആയിരിക്കും. പിന്നെ കഫിന്റെ പെയിൻ ഇൻ ദ ചെസ്റ്റ്, റൈറ്റ് സൈഡ് കഫ്, ചുമയുടെ കൂടെ പെയിൻ ഇൻ ദ ചെസ്റ്റ് റൈറ്റ് സൈഡ് ആണ്, ഈവനിങ് എഗ്രവേഷൻ. അതേപോലെ കഫ ഗ്യാസ്ട്രിക് ഒറിജിൻ റിലീവ്ഡ് ബൈ ഇറക്ടേഷൻ. ഇറക്ടേഷൻ പോകുമ്പോഴത്തേക്ക് കഫ് നന്നായിട്ട് റിലീവ്ഡ് ആവും. ആൻഡ് ദ മെഡിസിൻ ഈസ് സാങ്കുനേറിയ. ഇതിലൊക്കെ നമുക്ക് ഓരോരോ സ്പോട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇതിനകത്ത് സാങ്കുനേറിയക്കകത്ത് ഒന്നുമില്ല, റസ്റ്റി കളേർഡ് സ്പ്യൂട്ടം നമുക്ക് പറ്റും. റേസ് എടുക്കുക, ചുമച്ച് കഴിഞ്ഞിട്ട് കഫം റേസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ്, കഫ് ഗ്യാസ്ട്രിക് ഒറിജിൻ റിലീവ്ഡ് ബൈ ഇറക്ടേഷൻ. ഇത്രയുമാണ് അതിന്റെ സ്ട്രൈക്കിംഗ് റെഡ് ലൈൻ കൺകോമ്പിറ്റൻസി. ഒറ്റ വരിക്ക് നമുക്ക് ആ മെഡിസിൻ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ്, ഇനി അടുത്ത മെഡിസിൻ എന്ന് വെച്ചാൽ, ടൈം എത്രയായി മാഡം? സമയം ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ 9:47. ഓക്കെ, നെക്സ്റ്റ്, സഫക്കേറ്റീവ് കഫ് കമ്മിങ് ഓൺ മിഡ്നൈറ്റ് വിത്ത് ക്രൈയിങ് ആൻഡ് ഡിസ്നിയ. അതായത് ഇത് കുട്ടികളുടെ മെഡിസിൻ ആണ്. ഇപ്പൊ നമ്മൾ ചുമയ്ക്കാത്ത തന്നെ ചില മെഡിസിൻസ് നമുക്ക് കുട്ടികൾക്കായിട്ട് തന്നെ മാറ്റിവെക്കാൻ പറ്റുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട്. ഈ പറയുന്ന മെഡിസിൻ അതുപോലെ കുട്ടികൾക്ക് മാറ്റിവെക്കാൻ തന്നെ പറ്റുന്ന മെഡിസിൻ ആണ്. എങ്ങനെയായിരിക്കും, ഉറങ്ങിക്കിടക്കുന്ന ആളായിരിക്കും, രാത്രി ഒരു വെളുപ്പാങ്കാലം പാതിരാത്രി ആകുമ്പോൾ കുട്ടി ശ്വാസം മുട്ട് പറഞ്ഞാൽ എങ്ങനെയാ, സഫോക്കേറ്റീവ് കഫാണ്. എന്ന് വെച്ചാൽ കുട്ടി അതിന്റെ ഊപ്പാട് വരും ചുമച്ചിട്ട്, അത്ര ചുമയായിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ്. പിന്നെ ചൈൽഡ് എവേക്കൻ സഡൻലി സഫക്കേഷൻ കൊണ്ട് അതിന് കിടക്കാൻ പറ്റുന്നില്ല, അപ്പൊ ചാടി എഴുന്നേക്കാണ്. പിന്നെ എന്താണ്, ചാടി എഴുന്നേറ്റ് വന്നിട്ട് ഫേസ് ടേൺസ് ബ്ലൂ. എന്തുകൊണ്ട് ഈ ഫേസ് ടേൺസ് ബ്ലൂ ആവുന്നു? ഓക്സിജൻ സപ്ലൈ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, സൈനോസിസ് പോലെ വരുന്നതാണ്, ബ്ലൂ കളറായിട്ട് മാറുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മ്യൂക്കസ് ഓൺലി ഡ്യൂറിങ് ദ ഡേ. പകല് കുറച്ച് മ്യൂക്കസ് പോകും, പക്ഷേ കിടക്കും. അപ്പൊ പകല് കുറച്ച് മ്യൂക്കസ് പോകും, കുഴപ്പമില്ലാന്ന് വിചാരിച്ചായിരിക്കും കുട്ടിയെ കിടത്തുന്നത്. പക്ഷെ ഉറക്കത്തിനകത്തുനിന്ന് കുട്ടി ശ്വാസം മുട്ടി ചാടി എഴുന്നേക്കുകയാണ്, എയർ ഒട്ടും കിട്ടാതെ, മുഖം മൊത്തം നീല കളറായിട്ട്, സഫോക്കേറ്റീവ് കഫായിട്ട്, വേക്കിംഗ് അപ്പ് ഇൻ ദ നൈറ്റ് ആണെങ്കിൽ സാംബൂക്കസ് ഇസ് എ മെഡിസിൻ. നമുക്കറിയാം, നമ്മൾ സാംബൂക്കസ് കൂടുതൽ ഇരിക്കുന്നത് മൂക്കടപ്പിനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നഫിൾസ് ഓഫ് ദ ഇൻഫൻസിന്
നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്ന മെഡിസിൻ പെട്ട ഒരാളാണ് സാംബൂക്കസ്. അപ്പൊ അതേപോലെ തന്നെ ഈ ചുമയ്ക്ക് ഇങ്ങനൊരു പ്രത്യേകത, ഇങ്ങനെ ഒരു സ്ട്രൈക്കിംഗ് റെഡ് ലൈൻ ഉണ്ടെങ്കിൽ തിങ്ക് ഓഫ് ദിസ് സാംബൂക്കസ്. ഇനി നെക്സ്റ്റ്, കഫ് ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിറേഷൻ അക്കമ്പനൈഡ് വിത്ത് ഗ്രേറ്റ് ഫാറ്റീഗ് സ്റ്റിച്ചിങ് ഇൻ ദ ചെസ്റ്റ്. അതായത് കഫ് ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിറേഷൻ, ചുമയ്ക്കുന്നുണ്ട്, ചുമച്ചു കഴിഞ്ഞിട്ട് അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്, എക്സ്പിറേഷൻ അല്ല, ഡീപ്പായിട്ടുള്ള ഇൻസ്പിറേഷൻ ആണ്. അക്കമ്പനൈഡ് വിത്ത് ഗ്രേറ്റ് ഫാറ്റീഗ് സ്റ്റിച്ചസ് ഇൻ ദ ചെസ്റ്റ്. ഈ ഫറ്റീഗ് ഭയങ്കരമായിട്ടുള്ള 2-3 മെഡിസിൻസ്, ഒന്നാണ് സ്റ്റാനമെറ്റ്, അതിന്റെ കൂടുള്ള ഒരാളാണിത്. ഇൻവോളണ്ടറി യൂറിനേഷൻ ഓൺ കഫിങ്, ചുമയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ മെഡിസിൻസും ദേ ആർ ഹാവിംഗ് ദിസ് ഇൻവോളണ്ടറി ടൈപ്പ് ഓഫ് യൂറിനേഷൻ. ഡ്യൂറിംഗ് ഡ്രൈ ടീസിങ് കഫ് പ്രിവെന്റിങ് സ്ലീപ്പ്, ടച്ചിങ് ത്രോട്ട് പിറ്റ് ബ്രിങ്സ് ഓൺ കഫ്. ടച്ചിങ് ത്രോട്ട് പിറ്റ്സ്, അത് നമ്മൾ തൊണ്ടയുടെ ഇവിടെ ഏതെങ്കിലും ഭാഗത്തോട്ടും തൊട്ട് കൊടുത്താൽ മതി, അപ്പൊ തന്നെ ചുമയുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെഡിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഫ് ഓൺ ഫോളോഡ് ബൈ ഡീപ്പ് ചുമച്ച് കഴിഞ്ഞിട്ട് എയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യാനായിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ എന്താണ്, ഇൻവോളണ്ടറി യൂറിനേഷൻ ഉണ്ട്. പിന്നെ എന്താണ്, ഡ്രൈ ടീസിങ് കഫ് പ്രിവെന്റിങ് സ്ലീപ്പ്, ടച്ചിങ് ത്രോട്ട് പിറ്റ് ബ്രിങ്സ് ഓൺ കഫ്. ഇത്രയാണെങ്കിൽ വിച്ച് ഇസ് എ മെഡിസിൻ? ഇറ്റ് ഇസ് റൂമെക്സ്. ഒന്നുകൂടെ പറയാം, അതായത് കഫ് ഫോളോഡ് ബൈ ഡീപ്പ്. പിന്നെ ഇപ്പൊ നമ്മള് സാംബൂക്കസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതൊരു സംശയം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. സാംബൂക്കസ് നൈഗ്രയാണോ സാംബൂക്കസ് കനാഡൻസിസ്? അതൊന്ന് സാംബൂക്കസ് നൈഗ്ര മൂക്കടപ്പിന് സാറിന് നമ്മളെ പെട്ടെന്നതല്ലേ ഉപയോഗിക്കുന്നത്. ഓക്കെ. എന്നുവെച്ചാൽ ഈ നീല കളർ ആകുന്ന 2 മെഡിസിന് മൂക്കടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ എന്റെ അർത്ഥം, ഓക്സിജൻ കറക്റ്റ് ആയിട്ട് ഫില്ലിംഗ് നടക്കുന്നില്ല. അടുത്തൊരാളുണ്ടായിരുന്നറിയാം, അമോണിയം കാർബ്. ഇത് 2 മൂക്കടപ്പ് മെഡിസിൻസ് ആണ്. പക്ഷെ ഇവർ 2 പേർക്കും എന്തായിരിക്കും, ഈ പാതിരാത്രി എണീക്കുന്ന ആൾക്കാരാണ്. ചുമ കൊണ്ട് ഉറക്കത്തിൽ നിന്ന് ശ്വാസം മുട്ടി എണീക്കുന്ന 2 പേരും, 2 പേർക്കും മൂക്കടപ്പുണ്ട്. അതുകൊണ്ടാണ് എയർ കിട്ടാതെ വരുന്നത് കൊണ്ടാണ് ഈ പാതിരാത്രി സഫക്കേറ്റീവ് കഫായിട്ട് എണീക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റൂമെക്സ് ആണ്. ഇത് റൂമെക്സിന്റെ പ്രത്യേകത ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ചുമ കഴിഞ്ഞിട്ട് ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിറേഷൻ. ഡീപ്പ് ഇൻസ്പിറേഷൻ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്, ഇൻവോളണ്ടറി യൂറിനേഷൻ ഓൺ കഫി, പിന്നെ ടിക്ലിംഗ് ഓൺ ദ ത്രോട്ട് പിറ്റ്, ടച്ചിങ് ത്രോട്ട് പിറ്റ്. ടിക്ലിംഗ് അല്ല, ടച്ചിങ് ദ ത്രോട്ട് പിറ്റ് കോസസ് കഫ്. ഈ ടിക്ലിംഗ് സെൻസേഷൻ ത്രോട്ട് പിറ്റ് എന്ന് പറയുന്നത് ഉള്ളത് ഏത് മെഡിസിൻ ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു പറഞ്ഞു? എല്ലാരും പറഞ്ഞു, പെട്ടെന്ന് പറ. ഏത് മെഡിസിൻ? ടിക്ലിംഗ് ഇൻ ദ ത്രോട്ട്. ചുമയുടെ കൂടെ തൈറോയിഡിന്റെ മെഡിസിൻ ആയിരുന്നു. ഏതായിരുന്നു? സ്പോഞ്ചി ആയിരുന്നു. ഇത് പക്ഷേ ഞങ്ങളെ ത്രോട്ടിന്റെ അവിടെ നമ്മൾ തൊടുമ്പം തന്നെയാണ് ചുമക്കുന്നത്. ടിക്ലിംഗ് അല്ല, തൊടുമ്പോൾ ടച്ചിങ് ഓൺ ദ ത്രോട്ട് പിറ്റ് കോസസ് കഫ് ആണ്. ഏതാണ്? റൂമെക്സ്. ഇനി അടുത്ത ഒരെണ്ണം, ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് കൊടുക്കാൻ, കണ്ണു അടച്ചു കൊടുക്കാൻ പറ്റുന്ന ആളാണ് അടുത്ത ആൾ. അതായത് ബ്രോങ്കിയൽ കഫ് ഓഫ് ഓൾഡ് പീപ്പിൾ. ഈ ഓൾഡ് പീപ്പിളിന്റെ കഫിനകത്ത് വരുന്ന 2-3 എണ്ണേ ഉള്ളൂ. അതെല്ലാം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. സെനഗ പോലെ തന്നെ യൂസ്ഫുൾ ആണ് ഇയാൾ. എന്താണ്? ബ്രോങ്കിയൽ കഫ് ഓഫ് ഓൾഡ് പീപ്പിൾ വേഴ്സ് എവേക്കനിങ് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് സ്മോൾ പ്ലഗ്സ് ഓഫ് മ്യൂക്കസ്. അതായത് നമ്മൾ ഇതുപോലെ എണ്ണീറ്റിട്ട് എന്ത് ചെയ്യും, വേഴ്സ് എവേക്കനിങ് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് പ്ലഗ് ഓഫ് മ്യൂക്കസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യും. കഫ് ഇൻ ഫീവർ ആൻഡ് വെൻ ഓൺ ഗെറ്റിംഗ് വെറ്റ് വെൻ പെർസ്പയറിംഗ്. അതായത് നമുക്കറിയാം ഗെറ്റിംഗ് വെറ്റ് ഓൺ പെർസ്പിറേഷൻ. പിന്നെ നെക്സ്റ്റ് എന്താണ്, പനിയുടെ കൂടെ വരുന്ന ചുമ, എക്സ്പെക്ടേഷൻ വിൽ ബി ഓൺ ലൈക്ക് സ്മോൾ പ്ലഗ്സ് ഓഫ് മ്യൂക്കസ്. പിന്നെന്താണ്, ബ്രോങ്കിയൽ കഫ് ഓഫ് ഓൾ പീപ്പിൾ വേഴ്സ് എവേക്കനിങ് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് സ്മോൾ പ്ലഗ്സ് ഓഫ് മ്യൂക്കസ്. അതായത് ഉറക്കം എണ്ണീക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇങ്ങനെ എക്സ്പെക്ടേറ്റ് ചെയ്യണം വിത്ത് പ്ലഗ്സ് ഓഫ് മ്യൂക്കസ്. ഓൾ പീപ്പിളിന്റെ കഫിന് കൊടുക്കാൻ പറ്റും. പനിയോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കഫിന് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് വളരെ സ്യൂട്ട്ഫുൾ റെസ്റ്റോക്സ് ആണ്. കഫ് ഫീവർ ആൻഡ് വെൻ ഓൺ ഗെറ്റിംഗ് വെറ്റ് വെൻ പെർസ്പയറിംഗ്. ഇത്രയുമാണ് റെസ്റ്റോക്സിന്റെ പ്രത്യേകത. ഇനി അടുത്ത ആള്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, ഈ റെസ്റ്റോക്സ് പോലെ തന്നെ നമുക്ക് ഈ ഒരു കാലാവസ്ഥക്കകത്തും യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, മഴയാണ്, വലുതായിട്ട് ദാഹമൊന്നും ഉണ്ടാവൂല. അപ്പൊ എന്താണ്, ഡ്രൈ ഹാർഡ് കഫ് വിത്ത് ഗ്രേറ്റ് വീക്ക്നെസ് ഇൻ ദ ചെസ്റ്റ്. നല്ല ഹാർഡായിട്ടുള്ള കഫാണ്, ചെസ്റ്റിന് ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും. ഡ്രൈ കഫ് ഇൻ ദ ഈവനിങ് ആൻഡ് അറ്റ് നൈറ്റ്. വൈകുന്നേരങ്ങളിൽ, രാത്രികളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, രാവിലെകളിലുള്ള ചുമയ്ക്ക് വി ക്യാൻ തിങ്ക് ഓഫ് ദി സൾഫർ. നൂൺ മുതൽ ഈ നൈറ്റ് വരെ പോകുന്ന മെഡിസിൻസ്, നൂൺ മുതൽ നൈറ്റ് വരെ പോകുന്ന പിന്നെ മെഡിസിൻ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ
ആ അതേതായിരുന്നു? ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഡ്രൈ കഫ് ഇൻ ദി ഈവനിങ് ആൻഡ് അറ്റ് നൈറ്റ്. വൈകുന്നേരങ്ങളിൽ രാത്രികളിലും മാത്രമേ ചുമയുള്ളൂ. പിന്നെ രാത്രിയിൽ മാത്രം ചുമയുള്ള ആളുണ്ട്. അത് ഡ്രൊസീറയാണ്. ഈവനിങ്ങിലും നൈറ്റിലും കൂടുതലായിട്ട് ചുമ വരുന്ന കേസസ് മസ്റ്റ് സിറ്റ് അപ്പ് ഇൻ ദ ബെഡ് ടു ഗെറ്റ് റിലീഫ്. എണ്ണീറ്റിരിക്കണം, കിടക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കഫത്തിനെ വലിച്ചെടുത്ത് പുറത്ത് കളയാനുള്ള എക്സ്പെല്ലിംഗ് പവർ പൊതുവെ കുറവാണ് ഈ മെഡിസിന്. ലൂസ് കഫ് ഇൻ ദ ഈവനിങ് വിത്ത് കോപ്പിയസ് മ്യൂക്കസ് എക്സ്പെക്ട്രേഷൻ. ഈവനിങ് ആകുമ്പോഴത്തേക്ക് കഫ് കുറച്ച് ലൂസ് ആകും, എന്നിട്ട് കോപ്പിയസ് ആയിട്ട് എക്സ്പെക്ട്രേഷൻ നന്നായിട്ട് പോകുന്നുണ്ട്. യൂറിനീസ് എമിറ്റഡ് ഓൺ കഫിങ്. നേരത്തെ പറഞ്ഞായിരുന്നു 2-3 മെഡിസിൻസ് ഉണ്ട്. യൂറിനീസ് എമിറ്റഡ് ഡ്യൂറിങ് കോസ്റ്റിക്കമൈസ് വൺ മെഡിസിൻ, ദിസ് പൾസാരിലൈസ് അനദർ മെഡിസിൻ. അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്. എന്താണ് യൂറിനേഷൻ അതിന്റെ കൂടെ അക്കമ്പനൈഡ് സിംറ്റം ആയിട്ട് വരുന്നത്. അപ്പൊ പൾസാരിൽ അതുപോലത്തെ ഒരു മെഡിസിൻ ആണ്. പൾസാരിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്നാമത്തത് നല്ല മ്യൂക്കസ് ഉണ്ട്. ടൈം വെരി ഇമ്പോർട്ടൻറ്റ്. ഈവനിങ് ആൻഡ് നൈറ്റ് ആണ് കഫ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഹാർഡ് ആയിട്ടുള്ള കഫാണ്. വീക്ക്നെസ് ഇൻ ദ ചെസ്റ്റ്, നെഞ്ചിന് ഭയങ്കരമായിട്ട് വീക്ക്നെസ് അനുഭവപ്പെടുന്നുണ്ട്. കഫിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഡ്രൈ ആണ്, ഡ്രൈ കഫാണ്. എപ്പോഴാണ്? ഈവനിങ് ആൻഡ് നൈറ്റ്. പിന്നെ ഇത് ചുമ കുറയാൻ എന്ത് ചെയ്യണം? കിടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ചുമ കൂടുന്ന മെഡിസിൻസ് ഏതൊക്കെയാണ്? ആഴ്സാൽബ്, പൾസാറ്റില. ലൈങ് പൊസിഷനകത്ത് പെട്ടെന്ന് ചുമ കൂടുന്ന മെഡിസിൻസ് ആണ്. അപ്പൊ ഇതും അതുപോലെ തന്നെ ആയിരിക്കും. എക്സ്പെക്ട്രേഷൻ, യൂറിനീസ് എമിറ്റഡ്. ഇതിന്റെ കൺകോമിറ്റന്റ് എന്താണ്? യൂറിനീസ് എക്സ്പെക്ടഡ് ഡ്യൂറിങ് കഫിങ്. ഇത്രയാണ് പൾസാറ്റിലയുടെ പ്രത്യേകത. ഇനി അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് നോർമൽ ടൈമിൽ വലിയ ചുമയൊന്നും കാണത്തില്ല. പക്ഷേ എല്ലാ വർഷവും കൃത്യമായിട്ട് മഴ എത്തുമ്പോഴത്തേക്ക് whenever the winter season comes, cough start, which is a medicine, സോർണം. സോർണമാണ് മെഡിസിൻ. അതായത് കഫ് എവറി ഇയർ when winter approaches. മഴ അങ്ങോട്ട് തുടങ്ങുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ചുമ തുടങ്ങും. ബ്ലൈൻഡ്ലി വി ക്യാൻ ഗിവ് സോർണം. കാരണം ഈ സൾഫർ, ട്യൂബർകുലിനം, സോറിനം, മേർക്സോള്, പിന്നെ ഇങ്ങനത്തെ മെഡിസിൻസ് എല്ലാം കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിന് മിയാസ്മാറ്റിക് കവറേജ് അങ്ങ് നടക്കും. മിയാസ്മാറ്റിക് കവറേജ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ചിലപ്പോൾ അക്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ പോലും ഇഫ് ദിസ് മിയാസ്മാറ്റിക് മെഡിസിൻ ഇസ് കറക്റ്റ്, ആ ഇത് ക്ലിയർ ആവും. ബിക്കോസ് ആ ഒരു റേഞ്ച് ഓഫ് സിംറ്റംസ് മൊത്തം ആ മെഡിസിൻ പോയി കവർ ചെയ്യും. സോർണം. നെക്സ്റ്റ് മെഡിസിൻ എന്ന് വെച്ചാൽ നമ്മൾ അധികം ഈ പറഞ്ഞ പോലെ സാങ്കുനേറിയയുടെ കേസ് പറഞ്ഞ പോലെയാണ്. അതായത് നമ്മൾ ഒരിക്കലും സാങ്കുനേറിയക്ക് ചുമ വിത്ത് ഇറക്ടേഷൻ ഉള്ളത് നമ്മൾ അത് ശ്രദ്ധയിൽ പോകാത്തൊരു സിംറ്റം ആണ്. അതുപോലെ തന്നത്തെ ഒരു മെഡിസിനാണ് ഇത്. അതായത് ഡ്രൈ ഹാക്കിംഗ് ടിക്ലിംഗ് കഫ് വേഴ്സ് അറ്റ് നൈറ്റ്. ഹാക്കിംഗ് ആണ്, ടിക്ലിംഗ് കഫ് ആണ്. അതായത് ഈ ചൊറിയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു ടിക്ലിംഗ് ടൈപ്പ് ഓഫ് കഫ് 1-2 മെഡിസിൻസിന് മാത്രമേ ഉള്ളൂ ടിക്ലിംഗ് ടൈപ്പ് ഓഫ് കഫ്. അത് നൈറ്റിൽ അഗ്രവേഷൻ ആണ്, രാത്രി അഗ്രവേഷൻ ആണ്. പെയിൻ ഇൻ ചെസ്റ്റ് അണ്ടർ ദ സ്റ്റേണം ഓൺ കഫിംഗ്. ചുമയ്ക്കുമ്പോഴത്തേക്ക് സ്റ്റേണത്തിന്റെ അടിയിലോട്ട്, ഈ സ്റ്റേണത്തിന്റെ അടിയിൽ പോകുന്ന 2-3 മെഡിസിൻസേ ഉള്ളൂ. ഒന്ന് ചെൽഡോണി ഉണ്ട് സ്റ്റേണത്തിന്റെ അടിയിൽ പോകുന്നത്. അതേപോലെ സ്റ്റേണത്തിന്റെ അടിയിലോട്ട് പെയിൻ പോകും. ചുമയ്ക്കുമ്പോഴത്തേക്ക് സ്റ്റേണത്തിന്റെ അടിയിലോട്ട് പെയിൻ പോകുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് അതായത് വിച്ച് ഇസ് tickling cough from tickling in the throat, worse cold or worse cold, cold air, പിന്നെ laughing and talking. സംസാരിക്കുമ്പോഴത്തേക്ക് ചുമ വരുന്ന മെഡിസിൻ ആണ് ഈ മെഡിസിൻ. ഏതാണ് മെഡിസിൻ? ദാറ്റ് ഇസ് ഫൈറ്റോലാക്കയാണ്. ഫൈറ്റോലാക്ക നമുക്ക് ഇങ്ങനെ സിംറ്റം നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഫൈറ്റോലാക്ക എന്ന് പറയുമ്പോൾ എന്തോ നമുക്ക് ഉടനെ ഓർമ്മ വരുന്ന റുമാറ്റിസം, പിന്നെ ഷോൾഡർ പെയിൻ, റുമാറ്റിസം, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷെ ഇതിന് ഇങ്ങനൊരു സിംറ്റം ഉണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു ഏതിനകത്തോ കമ്പാരിസണിനകത്ത് ഏതോ ഒരു മെറ്റീരിയൽ ബുക്കിനകത്ത് ഞാൻ കണ്ടായിരുന്നു. അതായത് ബ്രയോണിയ ഫൈറ്റോലാക്ക കമ്പാരിസണിനകത്ത് ഇതേ സിംറ്റം കൊടുത്തിട്ടുണ്ട്. അതായത് ഡ്രൈ ഹാക്കിംഗ് ടിക്ലിംഗ് കഫാണ്. വേഴ്സ് അറ്റ് നൈറ്റ്. രാത്രി ആണ് ഈ ചുമ കൂടുന്നത്. പിന്നെ ചുമയ്ക്കുമ്പോഴത്തേക്ക് എന്താണ്? പെയിൻ ഉണ്ടാകാതെ സ്റ്റേണത്തിന്റെ അങ്ങോട്ട് പെയിൻ പോകുന്നുണ്ട് ഓൺ കഫിംഗ്. പിന്നെ ടിക്ലിംഗ് ഇൻ ദ ത്രോട്ടിൽ എന്തോ ഇങ്ങനെ ചൊറിയുന്ന പോലത്തെ ഒരു സെൻസേഷൻ വരും. വേഴ്സ് കോൾഡ് പിന്നെ ലാഫിംഗ് ആൻഡ് ടോക്കിംഗ് കോസസ് കഫ്. അത് ഒരു വളരെ അത് കൺകോമിറ്റന്റ് ആയിട്ട് സിംറ്റം ആണ്. ചുമയ്ക്കുകയോ മറ്റോ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? ചുമ ഒന്നും കൂടി ട്രിഗർ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഫൈറ്റോലാക്ക. ഇനി അടുത്തൊരു മെഡിസിൻ എന്ന് പറഞ്ഞാല് ഈ മെഡിസിൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചില ആൾക്കാർക്ക് ഈ മണം ഉണ്ടല്ലോ, ഭയങ്കര സ്പ്രേയുടെ മണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് തലവേദന വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് അത് സ്ട്രേഞ്ച് സിംറ്റം ആണ്. ചില ആൾക്കാർക്ക് ഭയങ്കര മണം, ഓവറായിട്ടുള്ള സെൻസിറ്റീവ് ഓർഡേഴ്സ്,
അതിന്റെ മണം കേൾക്കുമ്പോൾ അതിപ്പോ എന്ത് ഓർഡർ ആയിക്കോട്ടെ, ഇപ്പം പെർഫ്യൂമിൻ്റെതോ അല്ലെങ്കിൽ ഭയങ്കര ചിക്കൻ്റെയോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മണം കേൾക്കും, മീൻ പൊരിക്കുന്നതിൻ്റെയോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മണം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമയ്ക്കും. ബാക്കിയുള്ളവരാരും ചുമക്കുന്നുണ്ടാവില്ല, പക്ഷെ ഇവർക്ക് ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ടാവും. ഡ്രൈ ഹോസ് ആൻഡ് ബാർക്കിംഗ് കഫ്, ഡ്രൈ ഹോസ് ആൻഡ് ബാർക്കിംഗ് കഫ് പ്രൊവോക്ഡ് ബൈ സ്ട്രോങ് ഓർഡേഴ്സ്. എന്ത് സ്ട്രോങ് ഓർഡർ ആയിക്കോട്ടെ, ഇപ്പൊ കുക്കിംഗ് ഫുഡിന്റെ സ്മെല്ലാകാം, അങ്ങനെ എന്ത് സ്മെല്ല, പൂവിന്റെ മണമോ അല്ലെങ്കിൽ പെർഫ്യൂമിന്റെ മണമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇവർക്ക് ചുമ കൊണ്ട് അഗ്രവേറ്റ് ചെയ്യും. എന്നിട്ട് ചുമയ്ക്കുമ്പോഴെങ്ങനെയായിരിക്കും, പേഴ്സിസ്റ്റന്റ് കഫാണ് എന്ന് വെച്ചാൽ കുറേ നേരം ചുമച്ചിട്ടേ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് എ മെഡിസിൻ, ഫോസ്ഫറസ്. ഫോസ്ഫറസ് ആണ് മെഡിസിൻ. നമ്മൾ ഫോസ്ഫറസിനകത്ത് വേറെ കുറെ നമ്മുടെ നമുക്ക് സാധാരണ ഫോസ്ഫറസ് പറയുമ്പോൾ നമ്മൾ പറയും ഈ ലാഫിങ് ആൻഡ് ടോക്കിങ്ങിനകത്തൊക്കെ ഫോസ്ഫറസ് മെഡിക്കകത്ത് ഏതോ ഒരു മെഡിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിംറ്റം ഞാനിപ്പോ പറയുന്ന എല്ലാം ഈ പറയുന്ന ഒന്നും ഇത് മാത്രമൊന്നും അല്ല സിംറ്റം. കഫിന്റെ ഒരുപാട് എല്ലാ കോമൺ സിംറ്റം എല്ലാ മെഡിസിൻസിനും ഉണ്ട്. ഞാനിപ്പോ പറയുന്നത് ഒൺലി റെയർ അൺകോമൺ പെക്കൂലിയർ സിംറ്റംസാ പറയുന്നത്. നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാം വിതിൻ 1 or 2 seconds. നമ്മൾ ഒ പിക്കകത്തിരിക്കുമ്പോൾ ഒരുപാട് പേഷ്യൻസ് വന്നിങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വളരെ വിതിൻ സെക്കൻഡ്സ് നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന റെഡ് ലൈൻ സിംറ്റംസ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സിംറ്റംസ്. ഓക്കെ, സോ ദിസ് ഇസ് ഏതായിരിക്കും മെഡിസിൻ? ഫോസ്ഫറസ് ആണ്. മണത്തിന്റെ ആ ഒരു ഇത് കൂടുതലായിട്ട് വന്നിട്ട് ചുമ വരികയാണെങ്കിൽ ഉടൻ നമുക്ക് ഫോസ്ഫറസ് തിങ്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു മെഡിസിൻ എന്ന് പറയുന്നത് അത് വളരെ വലിയ കോമൺ ഒന്നും അല്ല മെഡിസിൻ, നമ്മൾ കേട്ടിട്ടില്ല വലുതായിട്ട്. പക്ഷേ ഇച്ചിരി നല്ല ആക്ഷൻ കിട്ടുന്ന ഒരു മെഡിസിൻ എന്ന് എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒരു ക്ലാസ്സിൽ കിട്ടിയ ഒരു ഇത് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. അതായത് കഫ് വിത്ത് ഫോയിറ്റഡ് എക്സ്പെക്ടേഷൻ, ഈ എസ്പെഷ്യലി ഇൻ ദ ഈവനിങ്. അതായത് അതായത് ആ ഡോക്ടറിന്റെ ഒരു ക്ലാസ്സിലാണ് പുള്ളി പറഞ്ഞു, പുള്ളിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴാണ് പറഞ്ഞത്. അതായത് ഭയങ്കരമായ നാറ്റമുള്ള എക്സ്പെക്ടേഷൻ. ഇപ്പൊ നമ്മൾ നാറ്റമുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് കുറെ എണ്ണത്തിന് മെഡിസിൻസ് നമുക്ക് അറിയാം. അതായത് നമ്മൾ കീനോട്ടിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫിഷ് ഓർഡർ ഉണ്ട്, അതേപോലെ റോട്ടൺ എഗ് സ്മെല്ലുണ്ട്, അങ്ങനെ പല പല ഓർഡേഴ്സും പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത ഇതിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇൻടോളറബിൾ, സോർണത്തിനൊക്കെ ഭയങ്കര നാറ്റമുള്ള എക്സ്പെക്ടേഷൻ ഉള്ള മെഡിസിൻ ആണ് സോർണം. അതേപോലെ നമുക്ക് ഭയങ്കര ഒന്നും നോക്കാതെ ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഫെലാൻഡിയം അക്വ എന്ന് പറയുന്ന ഒരു മെഡിസിൻ. നമ്മൾ കോമൺ അല്ല, ഫെലാൻഡിയം അക്വ. ആ മെഡിസിൻ ഇങ്ങനെ ഈ പറയുന്നത് ഫോയിറ്റ് ഡിസ്ചാർജ് അഗ്രവേഷൻ ഇൻ ദ ഈവനിങ്, ഈ ഒരു മറ്റു സിംറ്റം മാത്രമേ അതിനുള്ളൂ പ്രത്യേകത. ബ്ലൈൻഡ് ആയിട്ട് കൊടുത്താൽ പോലും അതിന് നല്ലപോലെ എക്സ്പെക്ടേഷൻ കിട്ടും എന്നാണ് അവകാശപ്പെടുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു സ്ട്രേഞ്ച് മെഡിസിനും കൂടെ ഉള്ളൂ. അതായത് ഭയങ്കര സൗണ്ട്, ഉച്ചത്തിൽ ചുമക്കുകയാണ്. നമുക്ക് നോയ്സ് എന്ന് വെച്ചാൽ ആ ആളിപ്പോ ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ ആള് ചുമക്കുന്ന ചുമ കൊണ്ട് ഡ്രൈവർ വരെ തിരിഞ്ഞു നോക്കും എന്നാ പറയുന്നത്. അത്ര ഭയങ്കര നോയ്സി ടൈപ്പ് ഓഫ് ഇതാണ്. ഷേക്കിംഗ് ദ ഹോൾ ബോഡി ഓഫ് ദ പേഷ്യന്റ്. ആ പേഷ്യന്റ് കുലുങ്ങി കുലുങ്ങി ചുമക്കുകയാണ്. ആ സൗണ്ട് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര വയലന്റ് ആയിട്ടുള്ള സൗണ്ടോട് കൂടി ചുമക്കുന്നതാണെങ്കിൽ ഓസ്മിയം ഇസ് ദ മെഡിസിൻ. ഓസ്മിയം. അപ്പം ഈ ഫെലാൻഡിയോ ഓസ്മിയോ ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒറ്റ ലൈൻ സിംറ്റം വെച്ചിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. അതൊക്കെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കും അതിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ എന്ന് പറയുന്നത്, അതായത് എത്ര 22 അതായത് കഫ് ബ്രിങ്സ് ഓൺ ബേസ്റ്റിംഗ് ഹെഡേക്ക്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എല്ലാത്തിനകത്തും നമ്മൾ എവിടെയൊക്കെയാ പറഞ്ഞു, റെസ്പിറേറ്ററി ചുമ വന്നിട്ട് ആ ചുമയുമായിട്ട് ബന്ധപ്പെട്ട് ഗ്യാസ്ട്രിക് സിംറ്റം നമ്മൾ പറഞ്ഞു, നടുവിലോട്ട് വേദന, ചുമച്ചിട്ട് നടുവിലോട്ട് വേദന പോകുന്ന മെഡിസിൻ നമ്മൾ പറഞ്ഞു, സാങ്ക്വിനോറിയ. ചുമച്ചിട്ട് യൂറിനറി സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന മെഡിസിൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ തലയിലോട്ട് വേദന വേണം, ചുമയ്ക്കുമ്പോഴത്തേക്ക് തലവേദന ഉണ്ടാകുന്ന മെഡിസിൻ ആൻഡ് ബ്രൂയിസ്ഡ് പെയിൻ ഇൻ ദ എപ്പിഗാസ്ട്രിക് റീജിയൻ. അപ്പൊ ചുമയോട് കൂടി തന്നെ തലവേദനയും ബ്രൂയിസ്ഡ് പെയിൻ ദ എപ്പിഗാസ്ട്രിക് റീജിയനും വരുന്നത് വിച്ച് ഇസ് എ മെഡിസിൻ, നക്സോമിക്കയാണ്. അതേപോലെ നമുക്ക് നക്സോമിക്കയുടെ ഇതിപ്പോ ഞാൻ ഒരു ലൈൻ സിംറ്റം മാത്രമേ പറയുന്നുള്ളൂ. നക്സോമിക്കയ്ക്ക് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. കഫ് ഓഫ് ഗ്യാസ്ട്രിക് ഒറിജിൻ, പിന്നെ എന്താണ്, വെള്ളം അടിച്ചിട്ട് രാത്രി ഫുൾ അടിച്ചിട്ട് കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ പോലെ പിന്നെ കഫ് സിംറ്റംസ് വിത്ത് വമിറ്റിംഗ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സിംറ്റം നക്സോമിക്കൊക്കെ ഉണ്ട്. അതെല്ലാം കോമൺ ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് എങ്ങനെ വെച്ചാൽ കഫിന്റെ കൂടെ തന്നെ തലവേദന കൂടുതലായിട്ടുണ്ട്. പിന്നെ എന്താണ്, എപ്പിഗാസ്ട്രിക് റീജിയന്റെ അവിടെ ബ്രൂയിസ്ഡ് പെയിനും കൂടെ ഉണ്ടെങ്കിൽ, ചുമയ്ക്കുമ്പോൾ പെയിൻ ഇൻ ദ എപ്പിഗാസ്ട്രിക് റീജിയൻ, ബ്രൂയിസ്ഡ് പെയിൻ ഇൻ ദ എപ്പിഗാസ്ട്രിക് റീജിയൻ. ബെൽഡോണയ്ക്ക് ഇതുപോലത്തെ ഒരു സിംറ്റം ഉണ്ട്, നമുക്ക് ബെൽഡോണ വരുമ്പം പറയാം. സോ ദാറ്റ് ഈസ് നക്സോമിക്ക. ഇനി അടുത്തെന്ന് പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ മാഡം?
ബ്രേക്ക് വേണോ? ആരും കംപ്ലൈന്റ് ഒന്നും, ആരും മെസ്സേജ് ഒന്നും ഇട്ടില്ല സ്പീഡ് കൂടുതലാണ്. Exhausted എല്ലാരും ആയോണ്ട്. എഴുതിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. എല്ലാവർക്കും പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ മെസ്സേജ് ഇതിനകത്ത് അല്ല, ചാറ്റ് ബോക്സിൽ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ മെസ്സേജ് പടപടാ വന്നേനെ. വന്നേനെ. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് മെഡിസിൻ ഇത് പറയുന്നത്, അതായത് പിന്നെ കഫ് ഡ്യൂറിങ് ഡേ ഓൺലി വിത്ത് ടേസ്റ്റ് ഓഫ് ബ്ലഡ് ഇൻ ദ മൗത്ത്. അതായത് പകല് മാത്രമേ ചുമയുള്ളൂ, വായിക്കകത്ത് എപ്പോഴും ബ്ലഡിന്റെ ടേസ്റ്റ് ഉണ്ട്. ഡ്രൈ ബാർക്കിംഗ് കഫ് ഫ്രം ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ്. നമ്മൾ ടിക്ലിംഗ് ഇൻ ദ ത്രോട്ട് പറഞ്ഞു, പിന്നെ എന്താണ് ടച്ചിങ് ദ ത്രോട്ട് പറഞ്ഞു, ഇനി ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ് ആണ്. ലാരിങ്സ് നമ്മുടെ അറിയാലോ, ലാരിങ്സ് നമ്മുടെ വോയിസ് പാസേജസിനകത്ത് എവിടെങ്കിലും ടിക്ലിംഗ് അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ വായിക്കകത്ത് ടേസ്റ്റ് ഓഫ് ബ്ലഡ് ഉണ്ട്, പകല് മാത്രമേ ചുമയുള്ളൂ, ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ് വിച്ച് ഇസ് എ മെഡിസിൻ, നൈട്രിക് ആസിഡ് ഇസ് എ മെഡിസിൻ. അപ്പം ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ചില കേസസിനകത്ത് ഈ നൈട്രിക് ആസിഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതായത് ഇപ്പൊ ചില കേസ്, അത് എനിക്ക് ഒരു കേസ് വന്നെന്ന് പറഞ്ഞ ഒരു ടീച്ചറിന്റെ കേസ് വന്നു. ടീച്ചറിന് എപ്പോഴും ചുമയാണ്, ചുമ 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 എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ചുമച്ചുകൊണ്ടിരിക്കും. ചെസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും കഫമില്ല. പിന്നെ ടെസ്റ്റുകളെല്ലാം ചെയ്യിപ്പിച്ച് നോക്കി, എല്ലാം നെഗറ്റീവ്. പക്ഷെ ഇവരിങ്ങനെ ചുമച്ചോണ്ടിരിക്കുക, ചുമ ചുമ ചുമ. അവസാനം ഞാൻ വെച്ച് വെദർ ഇറ്റ്സ് ഡ്യൂ ടു ചോക്ക് പൗഡർ കൊണ്ടായിരിക്കും ചുമക്കുന്നതിന്, അതിന്റെ അലർജി ആയിരിക്കും. സോ ഐ സെഡ് യു ജസ്റ്റ് റീസ്ട്രെയിൻ ബാക്ക് ഫോർ സം ഡേയ്സ്. അപ്പൊ കുറച്ച് ദിവസം ടീച്ചറിനെ സ്കൂളിലോട് ഒന്ന് ബ്രേക്ക് എടുത്ത് നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി, രക്ഷയില്ല. അവസാനം അപ്പോഴേക്ക് സ്കൂൾ അടച്ചു കഴിഞ്ഞ് 1 മാസം എനിക്ക് ഇവർക്ക് ചുമയോട് ചുമ തന്നെ, എന്നും ചുമ. പക്ഷെ ആ കേസിൽ അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഈ ഹോമിയോപ്പത്തിക് മെഡിസിന്റെ വണ്ടർഫുൾ ആക്ഷൻ ആണ് പറയുന്നത്. പക്ഷെ ഞാൻ അത് നോക്കിയിട്ട് ഒന്നിലും നടക്കാതായപ്പോഴത്തേക്ക് കേസ് എടുത്ത് നോക്കിയപ്പം ഷി വാസ് എ പെർട്ടിക്കുലർ, എന്താ പറയുന്നത്, റെഡ് ലൈൻ പെർട്ടിക്കുലർ എന്ന് എന്ത് വേണേ പറയാം. ഷീസ് പക്ക ഇഗ്നേഷ്യ വണ്ണം ക്ലിയർ ദ കഫ് വിച്ച് ഷി വാസ് ഗോയിങ് ഓൺ കഫിംഗ് ഫോർ ഇയേഴ്സ്. സൈക്കോളജിക്കൽ കഫ്. അത് സൈക്കോളജിക്കൽ കഫാണ്. ബിക്കോസ് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിക്കാൺ എന്താ പറഞ്ഞ റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര ഷീസ് കൺട്രോളിങ് അല്ല, കുട്ടിയോട് ഭയങ്കരമായിട്ട് അവർ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളതിനൊന്നിനും അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. എവറി ഡേ ഷീസ് റിസീവിങ് ലോട്ട് ഓഫ് ഷോക്സ്. ഓരോരോ ഇത് ടോർച്ചറിങ് ഹസ്ബൻഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. So she can't escape from that relation, and അങ്ങനെ കുറെ symptoms. And after that I will give her Naxo, this Ignatia Vannamatoes. പക്ഷെ ആ കേസിനകത്ത് വന്നൊരു ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്, പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഐ ആസ്ക്ഡ് ഹൗസ് ഇറ്റ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ചുമ പോയി എന്നുള്ളതിലല്ല എന്റെ സന്തോഷം, ഞാൻ ഭയങ്കര വയലന്റ് ആയിരുന്നു, പിള്ളേരോട് ദേഷ്യപ്പെടും, ട്യൂഷന് വരുന്ന പിള്ളേരോട് ദേഷ്യപ്പെടും, ഭയങ്കര വയലന്റ് ആയിരുന്നു. ബട്ട് അതെല്ലാം ഐ ക്യാൻ കാം ഡൗൺ ആൻഡ് ഇറ്റ് ഓൾ എന്താണ് റിലീസ്ഡ്, this stress all released, it vented out, and what happened is I can go into the situation very nicely. അതാണ് നമ്മുടെ കോൺസ്റ്റൽ മെഡിസിന്റെ പ്രത്യേകതകൾ. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇനി അങ്ങോട്ട് കുറച്ച് ആൾക്കാരെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്റെ ആൾക്കാർ തന്നെ വരുന്നെന്ന് തോന്നുന്നു, നോക്കാം. അതായത് കഫ് വിത്ത് ബേർസ്റ്റിംഗ് പെയിൻ ഇൻ ഹെഡ്. അതായത് നമ്മൾ ചുമയ്ക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ചുമയ്ക്കുമ്പോൾ തലവേദന പറഞ്ഞു, ഒരു മെഡിസിൻ നക്സോമിക്കയാണ്. അതേപോലെ ചുമയ്ക്കുമ്പോൾ തലവേദനയുണ്ട്, സ്റ്റിച്ചസ് ഇൻ ദ ചെസ്റ്റ് ആൻഡ് ഫ്ലോ ഓഫ് ടിയേഴ്സ് വൈൽ കഫിംഗ്. കണ്ണുനീര് വരുന്ന മെഡിസിൻ കുറച്ച്, കണ്ണുനീര് ചുമയ്ക്കുമ്പോൾ കണ്ണീന്ന് വെള്ളം വരുന്ന മെഡിസിൻ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിൽപ്പെട്ട ഒരു മെഡിസിൻ ആണ് ഇത്. ചുമയ്ക്കുമ്പോൾ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ട്. കഫ് ഫ്രം ടിക്ലിംഗ് ഇൻ ദ പിറ്റ് ഓഫ് സ്റ്റൊമക്ക്. നമ്മൾ ടിക്ലിംഗ് എവിടെയൊക്കെ പറഞ്ഞു, തൊണ്ട പറഞ്ഞു, ലാരിങ്സ് പറഞ്ഞു. ആൻഡ് ഈ പറയുന്ന മെഡിസിൻ കഫ് വിത്ത് ടിക്ലിംഗ് ഇൻ ദ സ്റ്റൊമക്ക് ആണ്. ടിക്ലിംഗ് സെൻസേഷൻ ഇൻ ദ സ്റ്റൊമക്ക്. ഈ ടിക്ലിംഗ് സെൻസേഷൻ സ്റ്റൊമക്ക് ഒക്കെ ആക്ച്വലി നമുക്ക് ഒ പിയിൽ കിട്ടുമോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും കഫ് വിത്ത് ബേർസ്റ്റിംഗ് പെയിൻ ഇൻ ദ ഹെഡ്. അതായത് തല പൊട്ടിത്തെറിക്കാൻ പോകുന്ന കണക്കത്തെ ചുമയുണ്ട്, ചുമയുടെ കൂടെ തല പൊട്ടിത്തെറിക്കാൻ പോകുന്ന വേദന, കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്. പിന്നെന്താണ്, ഈ കണ്ണീന്ന് വെള്ളം വരുന്ന മെഡിസിൻസ് കുറെ ഉണ്ട് കേട്ടോ. ചുമയ്ക്കുമ്പോൾ കണ്ണീന്ന് വെള്ളം വരുന്ന കുറെ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റിച്ചസ് ഇൻ ദ ചെസ്റ്റ് പ്ലസ് ഫ്ലോ ഓഫ് ടിയേഴ്സ് വൈൽ കഫിംഗ്. പിന്നെ കഫ് ഫ്രം ടിക്ലിംഗ് ഇൻ ദ പിറ്റ് ഓഫ് ദ സ്റ്റൊമക്ക് വിച്ച് ഇസ് എ മെഡിസിൻ. ഇത്രയും സിംറ്റംസ് കവർ ചെയ്ത് വരുന്ന മെഡിസിൻ നാട്രമൂറാണ്. പക്ഷെ ഈ നാട്രമൂറിന് ഒരു പ്രത്യേകത ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നാട്രമൂർ നമ്മൾ ഇപ്പൊ ഈ 3 സിംറ്റം പറഞ്ഞു, ഇതല്ലാതെ ഇപ്പൊ പേഷ്യന്റ് നമുക്ക് തോന്നുന്നു ഇറ്റ്സ് ട്യൂബർക്കുലർ, അവർക്കൊരു ട്യൂബർക്കുലർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അപ്പിയറൻസ് ഓൾസോ ഇറ്റ്സ് ട്യൂബർക്കുലർ ഉണ്ട്, ട്യൂബർക്കുലർ ഹിസ്റ്ററി ഉണ്ട്. പ്ലസ് ഈ ആഡഡ് സിംറ്റംസ് കൂടെ ആയിട്ട് ഒരു നാട്രമൂർ കൊടുത്ത് നോക്കിക്കേ, സൂപ്പറായിട്ട് ഇതിനകത്ത് ചേഞ്ച് വരും.
അല്ല ഇഗ്നേഷ്യ അല്ല. ഇഗ്നേഷ്യ ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ ജസ്റ്റ് പറഞ്ഞോളൂ. നൈട്രിക് ആസിഡ് ആണ് മെഡിസിൻ. ആരോ ഡൗട്ട് ചോദിച്ചിരുന്നു. ടേസ്റ്റ് ഇൻ ദ ബ്ലഡ് ഇഗ്നേഷ്യ ആണോ? ഇഗ്നേഷ്യ അല്ല, ദാറ്റ് ഇസ് നൈട്രിക് ആസിഡ്. ഞാനത് പറഞ്ഞപ്പോ വേറെ കേസ് കോൺസ്റ്റുൽ മെഡിസിൻ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ഇഗ്നേഷ്യ. നൈട്രിക് ആസിഡ് അപ്പോഴേ പറഞ്ഞായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് കഫ് വേഴ്സ് ഫ്രം കമ്മിങ് ഇൻ ടു യുവർ വാം റൂം ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ നേരത്തെ ഒരു മെഡിസിൻ പറഞ്ഞല്ലോ, ഏതായിരുന്നു ആ മെഡിസിൻ? കമോൺ, ഒന്ന് ടൈപ്പ് ചെയ്തേ. പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോ വരുമ്പോൾ വെരി ഗുഡ്. അപ്പൊ അതേപോലെ തന്നെയാണ് നാട്രം കാർബ്. അതായത് വേഴ്സ് ഫ്രം കമ്മിങ് ഇൻ ടു യുവർ വാം റൂം ഫ്രം ഔട്ട്സൈഡ്. അതായത് പുറത്തു നമ്മൾ സാധാരണ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ചുമക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അല്ലെ? കൊണൈറ്റ് ഉണ്ട്, ഹെപ്പാർ ഉണ്ട്, കുറെ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ബെൽഡോണ ഉണ്ട്, അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ചുമക്കുന്നു. പക്ഷേ അകത്തേക്ക് കയറുമ്പോൾ ചുമ വരുന്ന മെഡിസിൻസിനകത്തുള്ള വെരാട്രത്തിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നാട്രം കാർബ്. ഇപ്പൊ നമ്മളിനി മറക്കത്തില്ല, നാട്രം കാർബാണ്. അതായത് പുറത്തുനിന്ന് അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന ചുമ. ഓക്കെ, നെക്സ്റ്റ് അതായത് obstinate cough, mostly dry with pain in upper portion of the left chest, in left shoulder blade. അതായത് അപ്പർ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് ചെസ്റ്റും ലെഫ്റ്റ് ഷോൾഡർ ബ്ലേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഷോൾഡർ ബ്ലേഡിലോട്ട് ആക്ഷൻ ഉള്ള ചുമ വന്നിട്ട് ചുമയിൽ നിന്ന് ഷോൾഡർ ബ്ലേഡിലോട്ട് പെയിൻ പോകുന്ന 2-3 മെഡിസിൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് ഒബ്സ്റ്റിനേറ്റ് കഫ് വിത്ത് ഡ്രൈ പെയിൻ വിത്ത് പെയിൻ ഇൻ ദ അപ്പർ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് ചെസ്റ്റ്, ഇൻ ദ ലെഫ്റ്റ് ഷോൾഡർ ബ്ലേഡ്. ഇറ്റ് ഇസ് എ മെഡിസിൻ. മിർട്ടസ് ആണത്, മിർട്ടസ് കമ്മ്യൂണിസ്. അതായത് ഇത് പക്ഷെ ഇത് എന്താ പറഞ്ഞ പോലെ കോമൺ മെഡിസിൻ അല്ല. ഇനി അടുത്തെന്ന് പറയുന്നത് കോമൺ മെഡിസിൻ ആണ്. അതായത് ബേണിംഗ് ഓൺ ത്രോട്ട് ഓൺ കഫിങ്. ചുമയ്ക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ഭയങ്കരമായി എരിച്ചിൽ അനുഭവപ്പെടുകയാണ്. കഫ് വിത്ത് യെല്ലോ മ്യൂക്കോ പുർലന്റ് എക്സ്പെക്ട്രേഷൻ. പക്ഷെ യെല്ലോ എന്ന് പറയുന്നെങ്കിലും പച്ചയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും. പച്ച ആൻഡ് യെല്ലോ മ്യൂക്കോ പുർലന്റ് എക്സ്പെക്ട്രേഷൻ. ഇത് മെഡിസിൻ ഏതാ? മെർക്സോൾ ആണ്. ഇത് നല്ല ആക്ഷൻ ഉള്ള സാധനം, നമുക്ക് അറിയാലോ. സലീവേഷൻ കൂടുതലായിട്ടുള്ളത് സെഫിലിറ്റിക് മെഡിസിൻ, നൈറ്റ് അഗ്രവേഷൻ, മ്യൂക്കോ പുർലന്റ് എക്സ്പെക്ട്രേഷൻ, ഇതെല്ലാം കൂടെ ആഡപ്പ് ചെയ്ത് വരുന്നെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെർക്സോൾ. ഇനി അടുത്തത് കഫ് ഫോളോയിങ് ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ വന്നതിന് ശേഷം ഉണ്ടാകുന്ന കഫ് ആഫ്റ്റർ മീസിൽസ് നമ്മൾ കുറെ പറഞ്ഞു. അതേപോലെ തന്നെ കഫ് ഫോളോഡ് ബൈ ഇൻഫ്ലുവൻസ. വയലൻസ് സ്പസ്മോഡിക് കഫ് വേഴ്സ് അറ്റ് നൈറ്റ്, മെഫിറ്റിസ് ആണ്. കഫ് ഫോളോഡ് ബൈ ഇൻഫ്ലുവൻസ, വയലന്റ് കഫ് എസ്പെഷ്യലി അറ്റ് നൈറ്റ്, മെഫിറ്റിസ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കഫ് എല്ലാ ദിവസവും ഒരേ സമയത്ത് ചുമ വരും. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ വൈകിട്ട് 4 മണിക്ക് ചുമച്ചു, അടുത്ത ദിവസം കറക്റ്റ് ആ സമയം ചുമ തുടങ്ങും. പിന്നെ എന്താണ് എക്സ്പെക്ട്രേഷൻ? എങ്ങനെയായിരിക്കും? മേ ബി ബ്ലഡി. പിന്നെ ത്രോബിങ് ഹെഡേക്ക് അറ്റ് എവറി പെറോക്സിസം ഓഫ് കഫ്. ഇതിന്റെ കൂടെ ചുമയുടെ കൂടെ തന്നെ എന്ത് വരും? ത്രോബിങ് ഹെഡേക്ക്. നമ്മൾ ഹെഡേക്ക് വരുന്ന മെഡിസിൻസ് കുറെ പറഞ്ഞു, നാട്രമൂർ പറഞ്ഞു, നക്സോമിക്ക പറഞ്ഞു. അതേപോലെ തന്നെ ത്രോബിങ് ഹെഡേക്ക് at every paroxysm of cough. Expectoration thick, purulent and salty. എങ്ങനെയായിരിക്കും? എക്സ്പെക്ട്രേഷൻ തിക്ക് ആണ്, പ്യൂർലന്റ് ആണ്, സോൾട്ടി എക്സ്പെക്ട്രേഷൻ ആണ്. വിച്ച് ഇസ് എ മെഡിസിൻ ലൈക്കോപോഡിയം. ഈ ലൈക്കോപോഡിയത്തിന് വേറെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഡയബറ്റിക് കഫിന് സൂപ്പർ സാധനം. നമുക്കറിയാം ഓൾറെഡി ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ഡയബറ്റിക് മെഡിസിൻ ആണ്. അതുപോലെ അതിന്റെ കൂടെ തന്നെ ഡയബറ്റീസുകാരുടെ കഫിന് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഡിക്കേറ്റഡ് ഉള്ള മെഡിസിൻ ആണ്. കാരണം എന്തുകൊണ്ടാണ് ഡയബറ്റിക്കാർക്ക് ഇത് ഇൻഡിക്കേറ്റഡ് എന്ന് പറയാൻ കാരണം എന്താ? എക്സ്പെക്ട്രേഷൻ ബ്ലഡി. അപ്പൊ എന്താണ്? ന്യൂമോണിയക്കുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇവർക്ക്. അപ്പം ആ ഒരു സിംറ്റംസ് എല്ലാം കൂടെ റിലേറ്റ് ചെയ്ത് വന്നിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് ചുമച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ന് 7 മണിക്ക് ചുമച്ച് നാളെ 7 മണിക്ക് തന്നെ ചുമക്കും. എക്സ്പെക്ട്രേഷൻ ആയിരിക്കും, ബ്ലഡി ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? പിന്നെ തിക്കായിട്ടുള്ള പ്യൂർലന്റ് സോൾട്ടി എക്സ്പെക്ട്രേഷൻ. തിക്കാണ്, പ്യൂർലന്റ് ആണ്, സോൾട്ടി എക്സ്പെക്ട്രേഷൻ ആണ്. വിച്ച് ഇസ് എ മെഡിസിൻ ലൈക്കോപോഡിയം. എന്റെ കൂടെ ഡയബറ്റിക് ഹിസ്റ്ററി എല്ലാം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ലൈക്കോപോഡിയം കൊടുക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ അത് മാച്ചപ്പ് ചെയ്യുന്നെങ്കിൽ കണ്ണുടച്ച് ലൈക്കോപോഡിയം കൊടുക്കാം. സോ ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ഇനി അടുത്തൊരു ടിഞ്ചർ ആണ്. അതായത് ടിഞ്ചർ, നമ്മൾ ഈ ടിഞ്ചർ പറഞ്ഞോളൂ, നമ്മള് എന്താണ് ചില ഹോമിയോപ്പസിന് നമുക്ക് ടിഞ്ചറിനെ കുറിച്ച് അങ്ങോട്ട് അത്ര ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ടിഞ്ചറാണ്. നമ്മൾ സാധാരണ നമുക്കറിയാം ചുമ വരുമ്പോൾ നമ്മൾ കൊടുക്കാറുള്ള എന്തൊക്കെയൊക്കെ? നമ്മൾ ഗ്രൈൻഡീലിയോ കൊടുക്കും, അല്ലെങ്കിൽ ബെൽഡോണ ടിഞ്ചർ കൊടുക്കും. പിന്നെ കുറെ നമുക്ക് കോമൺ മെഡിസിൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ശ്വാസമുട്ടിന്റെ മെഡിസിൻസ് നമ്മൾ പലതും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ
ടീച്ചർ അല്ല അല്ലേ? അല്ല 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 അതൊക്കെ പൊട്ടൻസിയാ പറഞ്ഞത്. അതൊന്നും പൊട്ടൻഷ്യമാണോ? ടീച്ചർ അല്ല പറഞ്ഞത്, പൊട്ടൻസിയാ പറഞ്ഞത്. ഞാൻ ഈ അത് ശരി. പറയുന്ന ടിഞ്ചർ ബാക്കിയുള്ളതൊക്കെ കോമൺ ടിഞ്ചേഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റീഷ്യ ടിഞ്ചർ ഉപയോഗിക്കാം, കോമൺ ടിഞ്ചേഴ്സ് ഒരുപാടുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് ഓക്കെ വി ക്യാൻ യൂസ് ഇറ്റ്. പക്ഷെ ഈ പറയുന്ന ടിഞ്ചർ നമ്മൾ അധികം നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നല്ല എഫക്റ്റീവ് ആണ്. അത് സ്പസ്മോഡിക് ടിക്ലിംഗ് ഓഫ് എസ്പെഷ്യലി ഇൻ കാർഡിയാക് പേഷ്യൻസ്. അതായത് ഈ കാർഡിയാക് പേഷ്യൻസും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉള്ള കുഴപ്പം എന്താണ്? ഓൾഡ് പീപ്പിൾ, ഇവർക്കൊക്കെ എന്താ പ്രശ്നം? എക്സ്പെക്ടേഷൻ പവർ ഭയങ്കര കുറവായിരിക്കും. ഓൾറെഡി അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം വിൽ ബി വെരി വീക്ക്. അപ്പൊ അവർക്ക് എക്സ്പെക്ടേഷൻ പവർ പൊതുവെ കുറവായിരിക്കും. അപ്പം എന്താണ്, ഈസ് ഓഫൺ മാജിക്കലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡ്രഗ്. 2 to 5 drops in water thrice daily. ഇപ്പൊ നമ്മളൊരു 5 തുള്ളിയൊക്കെ പിന്നെ 3 നേരം ഒന്നും കൊടുക്കണ്ട, 2 നേരമൊക്കെ കൊടുത്താൽ തന്നെ നല്ല ആക്ഷൻ കിട്ടും. ഇത് ഈ ലൊറേഷ്യസ് ടിഞ്ചറൊക്കെ പിന്നെ ഇതുപോലെ ക്ലാസ്സുകളിൽ കിട്ടിയതാണ്. ലൊറേഷ്യസ് ടിഞ്ചറിന് ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ പവർ കുറവുള്ള പേഷ്യൻസിന്, ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള പേഷ്യൻസിനും നമ്മൾ ലൊറേഷ്യസ് ടിഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ എക്സ്പെക്ടേറ്റിംഗ് പവർ നന്നായിട്ട് സ്ഫൂട്ടം കെട്ടാൻ സമ്മതിക്കാതെ പുറത്തേക്ക് കളയാനുള്ള ഒരു പവർ. പക്ഷേ ഈ ടിഞ്ചേഴ്സിനുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ടിഞ്ചേഴ്സ് പറഞ്ഞ് എന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ടിഞ്ചേഴ്സ് ആർ ജസ്റ്റ് ആക്ടിങ് ജസ്റ്റ് ലൈക്ക് ആന്റിബയോട്ടിക്സ്. അതായത് ഇപ്പൊ നമുക്ക് കഫം കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ കെട്ടിയ കഫത്തിനെ പുറത്ത് കളയാൻ ടിഞ്ചേഴ്സിന് പറ്റും. പക്ഷേ കഫം കെട്ടാതിരിക്കാൻ ഇനി ഒരു ഫോറിൻ ബോഡി വന്നാൽ അതിനെ ചുമച്ച് കഫ് റിഫ്ലക്സ് കൊണ്ട് അതിനെ പുറത്ത് ബോഡിയെ കൊണ്ട് തന്നെ കളയിക്കാൻ ടിഞ്ചേഴ്സിന് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉണ്ടാവും. അത് ഓരോ ഡോക്ടേഴ്സിന്റെ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കും. പക്ഷെ എനിക്ക് അതിലോട്ട് വലിയ വിശ്വാസം ഇച്ചിരി കുറവാണ്. നമുക്ക് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് ടിഞ്ചേഴ്സ് യൂസ് ചെയ്യണ്ട എന്നും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഫം പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ. കഫത്തിനെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇറ്റ് വിൽ ഗോ ടു ന്യൂമോണിയ ഓർ സംടൈം ബ്രോങ്കൈറ്റിസ് ഓർ സംതിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ ആ കേസ് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രോംപ്റ്റ് ടു യൂസ് ഹിസ് ടിഞ്ചേഴ്സ്. അപ്പൊ ടിഞ്ചേഴ്സ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് മാറിയിട്ട് നമുക്ക് കറക്റ്റ് മെഡിസിൻ ഏത് അത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് കഫ് ബിറ്റ്വീൻ 2 to 3 AM, ഒരു 2 മണി തൊട്ട് 3 മണി വരെ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഓ പിന്നെ 3 തൊട്ട് 2 തൊട്ട് 3 മണി വരെ ഇത് ചുമ്മാ ഗുണ്ടടിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് പഠിച്ച സമയത്തൊക്കെ. പക്ഷെ കറക്റ്റ് ആണ്. നമ്മൾ ശരിക്കും ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് എങ്ങനെയാന്ന്. അപ്പം അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് കറക്റ്റ് പക്ക ആ സമയത്ത് എണീറ്റ് ചോദിക്കുമെന്നാ പറയണത്. അതായത് ഇപ്പൊ ആർസാൽപ്പിന്റെ ഒക്കെ ആണെങ്കിൽ അതുപോലെ കിട്ടും. 2 to 3 എന്ന് പറയുന്നതൊക്കെ അതുപോലെ തന്നെ കിട്ടും എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ എന്താണേലും 2 to 3 AM ആണ് കഫ് വരുന്നത്. വിത്ത് സ്റ്റിച്ചസ് ഇൻ ദ ചെസ്റ്റ്, എക്സ്പെക്ടേഷൻ സ്കാൻഡി പ്ലസ് ടെനേഷ്യസ്, അഗ്രവേഷൻ ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ ഈറ്റിംഗ്, വിച്ച് ഇസ് എ മെഡിസിൻ കാലിക്കാബ് ആണ് അതിന്റെ മെഡിസിൻ. അതായത് 2 to 3 AM അഗ്രവേഷൻ, സ്റ്റിച്ചസ് ഇൻ ദ ചെസ്റ്റ്, എക്സ്പെക്ടേഷൻ സ്കാൻഡി. ഇനി അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് കാലി ഗ്രൂപ്പിൽ തന്നെ അടുത്തൊരു മെഡിസിൻ ആയിരുന്നു. അതായത് chronic cataract inflammation of the pharynx plus cough. Expectoration is stringy and sticks in the pharynx and tongue. അതായത് അത്രയ്ക്ക് സ്ട്രിഞ്ചി ആയിട്ടുള്ള ഒരു മ്യൂക്കസ്. നമുക്കറിയാം സ്ട്രിഞ്ചി എക്സ്പെക്ടേഷൻ ഉള്ള മെഡിസിൻസ് ഭയങ്കര കുറവാണ്. നമ്മുടെ മെറ്റമെഡിക്ക് കുറച്ച് മെഡിസിൻസേ ഉള്ളൂ അങ്ങനെ അത്രയും സ്ട്രിഞ്ചി ആയിട്ടുള്ളത്. അതുപോലെ സ്ട്രിഞ്ചി ആണ്. ആഫ്റ്റർ കഫിംഗ് ആൻഡ് റേസിംഗ് ദ മ്യൂക്കസ്, patient needs to blow the nose and it gives a sense of relief. ഈ ചുമച്ച് കഴിഞ്ഞ് മൂക്കും കൂടെ ഒന്ന് എക്സ്പെൽ ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു റിലീഫ് കിട്ടത്തുള്ളൂ. ആൻഡ് കഫ് ബെറ്റർ ഫ്രം വാംത്ത് ആൻഡ് സംടൈംസ് ഫ്രം ലൈങ് ഡൗൺ. കഫ് ചുമ കുറയുന്ന എപ്പോഴാണ്? ചൂട് കിട്ടുമ്പോഴും കിടക്കുമ്പോഴുമാണ്. നമ്മൾ കിടക്കുമ്പോൾ ചുമ കൂടുന്ന ഒരുപാട് മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കിടക്കുമ്പോൾ ആശ്വാസം കിട്ടുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മെഡിസിൻ ആണ്. പിന്നെ ഈ മെഡിസിനെ ഫോളോ ചെയ്തുകൊണ്ട് വേറൊരു മെഡിസിനും കൂടെ കൊടുക്കുമ്പോൾ നന്നായിട്ട് കംപ്ലീറ്റ്ലി ഇതിനെ ക്യൂർ ചെയ്യും. വിച്ച് ഇസ് എ മെഡിസിൻ ആന്റിംടാർട്ട് ആണ്. അപ്പൊ മുമ്പത്തെ മെഡിസിൻ ഏതാ? കാലിബേക്കിസ് മെഡിസിൻ. അത് കാലിബേക്കിന്റെ പ്രത്യേകത എന്താണ്? ക്രോണിക് കെറ്റാർ ഇൻഫ്ലമേഷൻ. എവിടെ? ഫാരിങ്സ്. പിന്നെ അതിലൂടെ കഫുണ്ട്. എക്സ്പെക്ടേഷന്റെ പ്രത്യേകത എന്താണ്? സ്ട്രിഞ്ചി ആണ്. എന്ത് ചെയ്യും? എല്ലായിടത്തും പോയി ഒട്ടി പിടിച്ചിരിക്കും. പിന്നെ ആഫ്റ്റർ കഫിംഗ് ആൻഡ് raising the mucus, patient needs to blow the nose and it gives a sense of relief. ഈ ചുമച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? മൂക്കും കൂടെ ചീറ്റിയാൽ മാത്രമേ റിലീഫ് കിട്ടത്തുള്ളൂ. പിന്നെ കഫ് ബെറ്റർ ഫ്രം വാംത്ത് ആൻഡ് സംടൈംസ് ഫ്രം ലൈങ് ഡൗൺ. ബെറ്റർ ഫ്രം വാംത്തും കിടക്കുമ്പോഴും വാംത്തിലും ആണ് അത് കുറയുന്നത്. പിന്നെ ആന്റിടാർട്ട് ഫോളോസ് വെൽ ആൻഡ് കംപ്ലീറ്റ്സ് ദ ക്യൂർ സ്റ്റാർട്ടഡ് ബൈ കാലിബേക്ക്. ഇത് കാലിബേക്ക് തുടങ്ങി വെച്ച ക്യൂറിന് ആന്റിടാർട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. അപ്പോ എന്തായി മാഡം? 19 ആയി. 10 മിനിറ്റ് കൂടെ. ഇനി എന്താ വേണം?
എന്തെങ്കിലും സംശയം വല്ലതും ചോദിക്കാൻ കാണുമോ? അതേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, ഇല്ലെങ്കിൽ ഡോക്ടർ 2 മെഡിസിനോടെ പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഹാൻഡ് റൈസ് ചെയ്താൽ തീർച്ചയായിട്ടും വിളിക്കുന്നതായിരിക്കും. അതുവരെ ഡോക്ടർ ക്ലാസ് തുടരാം. ഓക്കെ, ഇനി അടുത്ത മെഡിസിൻ ഹരിഹരൻ ഇതില് ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ്. അപ്പൊ ഹരിഹരൻ സാറിനെ നമുക്ക് വിളിക്കാം. പിന്നെ ക്ലാസ് അപ്പോ ബാക്കി നോക്കട്ടെ. സാറിന് എന്താ പറയാനുള്ളത് ചോദിക്കാം. സാറ് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഹരിഹരൻ സാറിന്. നിത്യയുടെ ക്ലാസ് വളരെ നന്നായിരിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. വളരെ നന്നായിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പൊ കാലിക പ്രാധാന്യമുണ്ട് ഈ ഈ കഫിന്. ഇപ്പോഴത്തെ കാലിക പ്രാധാന്യമുണ്ട്. ഒത്തിരി ഡോക്ടർമാര് കിടന്നു കുഴയുന്ന ഒരു 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 റൂബ്രിക്കാണ് ഈ കഫ് എന്നുള്ള റൂബ്രിക്ക്. പക്ഷെ അത് ഇപ്പം ഒത്തിരിയും മെഡിസിൻ പറഞ്ഞതെല്ലാം എല്ലാം കറക്റ്റാണ്. ഞാനത് നോട്ട് ചെയ്യുമായിരുന്നു. എങ്ങനെയാ അത് കംപ്ലീറ്റ് ഞാൻ നോക്കുമ്പോൾ വളരെ കറക്റ്റാണ്. അതില് ഞാൻ ആദ്യമായിട്ട് താങ്കളെ അഭിനന്ദിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? എനിക്ക് ഈ ബഡിങ് ഡോക്ടേഴ്സിന്റെ ഒക്കെ പറയാനുള്ളത്, നമ്മള് ഒരു 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 സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഇപ്പൊ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ തന്നെ കഫ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ബിഫോർ കഫ്, അതുപോലെ തന്നെ ഡ്യൂറിങ് കഫ്, അതുപോലെ തന്നെ ആഫ്റ്റർ കഫ്, പിന്നെ എക്സ്പെക്ടറേഷൻ, പിന്നെ ടൈം മൊഡാലിറ്റി. നമ്മൾ ഇത്ര എടുക്കണം. നമ്മൾ ഇത്ര എടുത്ത് സിമ്പിൾ ആയിട്ടൊന്ന് റെപ്പർട്ടൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ മെഡിസിൻ എല്ലാം കിട്ടും. അങ്ങനെ വരുമ്പം ഈ ടൈം മൊഡാലിറ്റിയിൽ ഇപ്പൊ പറഞ്ഞില്ലേ, കാലികാർബുണ്ട്, ആഴ്സനിക് ആൽബുണ്ട്, അങ്ങനെയൊക്കെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ടൈം മൊഡാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ എക്സ്പെക്ടറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എക്സ്പെക്ടറേഷൻ വരുമ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടും? ഒത്തിരി കിട്ടും. അപ്പൊ അതും കൂടി വെക്കണം അതിന്റെ കൂട്ടത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ബിഫോർ കഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം തന്നെ ഫീവർ ആഫ്റ്റർ കഫ്, അതിന്റെ റൂബ്രിക്കുകളുണ്ട്, അതെടുക്കണം. പിന്നെ ഡ്യൂറിങ് കഫ് ഉണ്ട്. ഇപ്പം തന്നെ യൂറിൻ പാസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഡ്യൂറിങ് കഫിൽ വരുന്നതാണ്. അതിൽ കോസ്റ്റിക്കോ വേറെ മെഡിസിൻസ് ഒക്കെ പറഞ്ഞല്ലോ, അതൊക്കെ വളരെ ഡ്യൂറിങ് കഫിൽ വരുന്നതാണ്. അത് അങ്ങനെ എടുത്ത് വേണം എപ്പോഴും നമ്മൾ ചികിത്സിക്കാൻ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ കിട്ടും. നമ്മൾ കാടടച്ച് വെടിവെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഹോമിയോപ്പതിയിൽ എപ്പോഴും നമ്മൾ ബി സിസ്റ്റമാറ്റിക്, എങ്കിലേ നമ്മൾ വിജയിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നൊരെണ്ണം കൊടുത്തു, നാളെ വേറൊന്ന് കൊടുത്തു, മറ്റന്നാൾ വേറൊന്ന് കൊടുത്തു, അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് പോകും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ചുമ ഈ അടുത്ത കാലത്ത് വന്നിട്ട് എനിക്ക് കുറഞ്ഞത് കോസ്റ്റിക്കത്തിലാണ്, കാലിബൈക്കിലാണ് കുറഞ്ഞത്. കാലിബൈക്കിന്റെ ഒരു മെയിൻ സിംറ്റം മുമ്പേ ഡോക്ടർ നിത്യ പറഞ്ഞതാണ്. കാലിബൈക്കിന്റെ മെയിൻ സിംറ്റം എന്താ? ഞാൻ എടുത്ത എൻ്റെ റൂബ്രിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഞാൻ എടുത്തു. ഞാൻ 10-15 ദിവസം ഞാൻ ചുമച്ചു. പക്ഷെ അപ്പോഴൊക്കെ എനിക്കൊരു ആശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂക്കസ് പോകുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ ആ മ്യൂക്കസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാൻ എന്നെ തന്നെ പറയുകയാണ്, സ്ട്രിഞ്ചി മ്യൂക്കസ് ആണ്. അതായത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, നാക്കിൽ നിന്ന് പറയത്തില്ല. അത് കാലിബൈക്കിന്റെ ഒരു പ്രധാന സിംറ്റമാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ വന്നത് ലൈയിങ് അഗ്രവേഷൻ, അത് കാലിബൈക്കിനുള്ളതാണ്. പിന്നെ എന്താ, ചൂടുവെള്ളം കുടിക്കുമ്പം ലേശം ആശ്വാസം കിട്ടും. പക്ഷെ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇതിന്റെ ഇന്റൻസിറ്റി കൊടുക്കണം. ഇന്റൻസിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാൻ അതിന് കൊടുത്ത ഇന്റൻസിറ്റി എക്സ്പെക്ടറേഷനിൽ സ്ട്രിഞ്ചി ആയിട്ടുള്ളതിനാണ് ഞാൻ 4 മാർക്ക് കൊടുത്തപ്പോൾ എനിക്ക് 2-3 മെഡിസിൻ വന്നു. അതിൽ ഫോസ്ഫറസ് വന്നു, കാലിബൈക്ക് വന്നു, 2-3 മെഡിസിൻസ് വന്നു. അതിൽ ഞാൻ കാലിബൈക്കാണ് കഴിച്ചപ്പോൾ എനിക്ക് കുറഞ്ഞത്. പിന്നെ ഈ കോസ്റ്റിക്കം വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ആണ് കോസ്റ്റിക്കം.
ഇപ്പോഴത്തെ ഈ ഫീവർ വന്നിരിക്കുന്ന അതിനൊക്കെ കോസ്റ്റിക്കം നല്ല മരുന്നാണ് കോസ്റ്റിക്കം. പക്ഷെ കോസ്റ്റിക്കത്തിന്റെ മൊഡാലിറ്റിയില് നമുക്ക് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോഴാണ് ഈ കോസ്റ്റിക്കത്തിന് കുറവ് കിട്ടുന്നതായിട്ട് പറയുന്നതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ കോൾഡ് വാട്ടർ റിലീഫ് പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഞാൻ അതിനകത്ത് എടുക്കുന്ന മുഖ്യ സിംറ്റം അതല്ല, സ്പെർട്ടിങ് ഓഫ് യൂറിനാണ്. അതായത് ഈ സ്ത്രീകളില് മിക്കവാറും കാണുന്നതാണ്. നമ്മുടെ വന്ന് പറയും, അതായത് ചുമക്കുമ്പോ മൂത്രം പോകുമെന്ന് പറയും. മൂത്രം പോകുന്നത്. അത് ഞാനിപ്പോ മെഡിസിന്റെ പേരൊന്നും പറയുന്നില്ല, സമയം ഓക്കെ ഹരിഹരൻ സാറ്, പിന്നെ ചാറ്റ് ബോക്സിൽ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. നിത്യ ഡോക്ടറെ ഒന്ന് നോക്കൂ. എന്താണ് മാഡം? നൈറ്റ് കഫോ എന്താ രഞ്ജന ഡോക്ടർ ചോദിച്ചോളൂ. ഡോക്ടറെ പുറത്തേക്ക് വാ ഡോക്ടറെ. ഏത് ഡോക്ടറാണ്? വരണം, വായോ. സ്ക്രീൻ ഓൺ ആയിരിക്കുന്ന ഡോക്ടർ തന്നെയാണെന്ന് തോന്നുന്നു. നൈറ്റ് കഫിന് മെഡിസിൻ ചോദിച്ചിട്ടുണ്ടോ ചാറ്റ് ബോക്സില്? നൈറ്റ് കഫില് കുറെ മെഡിസിൻ ഇപ്പൊ തന്നെ ആൾറെഡി നൈറ്റ് കഫില് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് നൈറ്റ് കഫിന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ഏതാന്ന് പറയുക ഡ്രോസീറയാണ്. ഡ്രോസീറ നൈറ്റ് കഫിന് സൂപ്പർ ആക്ഷനുള്ള മെഡിസിനാണ്. പക്ഷെ ഡ്രോസീറയുടെക്കകത്ത് ഒരു പ്രത്യേക ഇൻഡിക്കേഷൻ എന്താണ്? തലയടക്കകത്ത് എപ്പോ തൊടുന്നു അപ്പൊ ചുമ തുടങ്ങും. പേഷ്യന്റ് പകല് മൊത്തം സുഖമായിട്ട് നടക്കും. പക്ഷേ തലയണയ്ക്ക് പോയി രാത്രി കിടന്ന് തലയണ തലയ്ക്കകത്ത് എപ്പോ തൊടുന്നു അപ്പൊ തൊട്ടേ പേഷ്യന്റ് ചുമക്കാൻ തുടങ്ങും. ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ഡ്രോസീറ. രണ്ടാമത്തെ മെർക്സോൾ, ഇത് നൈറ്റ് അഗ്രവേഷൻ സിഫിലിറ്റിക് ആയതുകൊണ്ട് നൈറ്റ് അഗ്രവേഷൻ കൊടുക്കാം. ആഴ്സാൽബ് നൈറ്റ് അഗ്രവേഷൻ കൊടുക്കാം. അമോണിയം കാർബണേറ്റ് അഗ്രവേഷൻ കൊടുക്കാം. സാംബൂക്കസ് നൈറ്റ് അഗ്രവേഷൻ കൊടുക്കാം. പക്ഷെ ഈ നൈറ്റ് എന്ന് പറയുമ്പോൾ നൈറ്റിന്റെ ഏത് ഭാഗം, അതാണ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത്. നൈറ്റിന്റെ ഏത് ഭാഗമാണ്, അതായത് നൈറ്റിന്റെ ഫസ്റ്റ് ഭാഗമാണോ, നൈറ്റിന്റെ മിഡിൽ ഭാഗമാണോ, നൈറ്റിന്റെ ലോവർ ഭാഗമാണോ, ഈ അനുസരിച്ച് മെഡിസിൻ വീണ്ടും മാറുകയാണ്. ഈവനിങ് തൊട്ട്, അതായത് 6 o'clock തുടങ്ങിക്കഴിഞ്ഞാൽ 6 o'clock to 8 o'clock മെഡിസിൻസ് ആണ്. ഈ പൾസാറ്റില അങ്ങനത്തെ കുറെ മെഡിസിൻസ് ഉണ്ട്. സെനഗ ആൻഡ് ദാറ്റ്സ് ഓൾ ഈവനിങ് ഇങ്ങനെ അഗ്രവേഷൻ വരുന്ന മെഡിസിൻസ് ആണ്. അതേപോലെ തന്നെ ഇത് നൂൺ തുടങ്ങി ഈവനിങ് വരെ വരുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പൊ നൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ഹാഫ് ആണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് മെഡിസിൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ 12 മണി തൊട്ടാണെങ്കിൽ ആസാൽബ് ചിന്തിക്കാം, അമോണിയം കാർബ് ചിന്തിക്കാം, സാംബുക്കസ് ചിന്തിക്കാം, കാലിബേക്ക് ചിന്തിക്കാം. അതാണ്, ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. സോ ദാറ്റ്സ് കമ്മിങ്. ആ ടൈം അനുസരിച്ചാണ് നമുക്ക് മെഡിസിൻസിന്റെ ഇത് മാറി വരുന്നത്. സോ വിത്ത് ദിസ് ഓൾ ആർ ഇൻഡിക്കേറ്റഡ്. ഓക്കെ ഡോക്ടറെ, അപ്പൊ കഫിൻ ക്ലോസ്ഡ് റൂംസ് അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും മെഡിസിൻ ഉണ്ടോ? ഉണ്ട് 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 കഫിൻ ഉണ്ട്. കഫിൻ ക്ലോസ്ഡ് റൂംസ് ഉണ്ട്. അതായത് ഇപ്പം പേഷ്യന്റിന് ഇഷ്ടം എന്താണ്? ക്ലോസ്ഡ് റൂമാണ് ഇഷ്ടം. പക്ഷെ ക്ലോസ് റൂമിനകത്ത് കിടക്കുമ്പോൾ ചുമയ്ക്കും. ദാറ്റ് ഈസ് നക്സോമിക്ക. അടച്ച മുറിയാണ് ഇഷ്ടം, പക്ഷെ അടച്ച മുറിക്കകത്ത് കിടക്കുമ്പോൾ ചുമയ്ക്കും. നക്സോമിക്ക. വേറൊരു ചാറ്റ് ബോക്സിലെ സംശയമാണ്, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പൊ അടുത്ത നമ്മളെ ശ്രീധര കുറുപ്പ് സാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിന് ഒരു 2 മിനിറ്റ് കൊടുക്കാം. ശ്രീധര കുറുപ്പ് സാറെ, ശ്രീധര കുറുപ്പ് സാറിനെ കണ്ടു ഒത്തിരി നാളായി. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. കേക്കാമോ? കേക്കാം സാറേ, കേക്കാം. അതായത് ഈ ചുമ പറഞ്ഞപ്പം ഇപ്പം ഈ രാത്രിയും പകലും ഒക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു 20 വർഷം ബ്രോങ്കിലാസ്മ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ചില ഇത് ഒബ്സർവേഷനാണ് പറയുന്നത്. അതായത് ചുമ നമ്മൾ ചികിത്സിക്കുമ്പം ചിലപ്പം നമുക്ക് ആഴ്സനിക് ആൽബിന്റെ ചുമ കിട്ടിയെന്ന് വിചാരിച്ചു. അന്നേരം നമ്മൾ ആഴ്സനിക് കൊടുത്തു, പിന്നെ അത് അന്നേരം മാറും. അതായത് ചിലപ്പം ഏർലി മോർണിംഗ് അഗ്രവേഷൻ, അന്നേരം നമ്മൾ കാലിക്കാർഡ് കൊടുത്തു. കാലിക്കാർഡ് കൊടുത്തപ്പോൾ പല മൊഡാലിറ്റികളും മാറി വരും. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മിയാസ്മാറ്റിക് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന്. അന്നേരം ട്യൂബർകുലോസിനോ സിഫിലിനോ എന്താണെന്ന് വെച്ചാൽ, അത് ബേസിലിനോ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഏതാ കിട്ടുന്നെന്ന ആ മിയാസ്മാറ്റിക് എടുത്ത് കൊടുത്താൽ മാത്രമേ ആ കേസ് നമുക്ക് പൂർത്തിയായിട്ട് ഉറവാക്കാൻ പറ്റൂ. ഇത് പറയാനാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അന്നേരം കിട്ടിയത് ഈ മിയാസ്മാറ്റിക്. അതിലേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാർ. ഇപ്പൊ ഏത് ചുമക്കാണെങ്കിലും അതിന്റെ ഏത് വ്യാസം ഏതാണ് തോന്നുന്നു വെച്ചാൽ അത് നോക്കിയിട്ട് കൊടുക്കണം. ഏത് മിയാസ്മാറ്റിക് ആണെന്ന് സാധാരണ വരുന്നത് മിയാസമാണ്. അതുകൂടി ഇതിനോടൊപ്പം സിംറ്റം ഏതൊക്കെയാണോ അല്ല, അത് ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കണം. അന്നേരം അത് കഴിഞ്ഞ് വീണ്ടും കേസ് എടുക്കുമ്പം ഇതിലൊക്കെ പ്രധാനം കേസ് ടേക്കിംഗ് ആണ്. കേസ് ടേക്കിംഗ് ഇത് തന്നെയല്ല, ഇതിന്റെ കൂടെ ഉള്ള അസോസിയേറ്റഡ് സിംറ്റം ആണ് പ്രധാനം. കഫ് മാത്രമല്ല.
അതിൻ്റെ കൂടെയുള്ള അസോസിയേറ്റഡ് സിംറ്റംസ് കൂടെ എടുക്കുമ്പോൾ ടോട്ടാലിറ്റി ഓഫ് ദി സിംറ്റംസ് വെച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കിട്ടും. പിന്നെ അക്യൂട്ടിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഏതായാലും പിന്നെ ഡോക്ടർ നിത്യയുടെ ക്ലാസ് ഉഗ്രനായിരുന്നു. വളരെയധികം റെഫർ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, കീപ്പ് ഇറ്റ് അപ്പ്. എന്നാലും ഞാൻ ഈ ഒരു കാര്യം പലർക്കും ഇത് അനുഭവം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ന്യൂ ജനറേഷൻ ഷുവറാണ്. കാരണം ബിക്കോസ് ഞാൻ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ടൈം ഉണ്ടോന്ന് അറിയത്തില്ല, 1 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് പറയാം. സ്പീഡിൽ പറയണേ. ഒരു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഒരു ഫേമസ് ആയിട്ടൊരു ഡോക്ടർ, ഭയങ്കര നല്ല പ്രാക്ടീസ് ഉള്ള ഡോക്ടറാണ്. പക്ഷെ ഞാൻ അത് ആരാന്ന് പറയുന്നില്ല. ആ ഡോക്ടറുടെ കൂടെ എനിക്ക് കുറച്ച് ദിവസം നിൽക്കാനുള്ള ഇടയായിട്ടുണ്ട്. സോ വാട്ട് ഐ സോ വാസ് ദാറ്റ് ഏത് കഫ് വന്നാലും ഏത് അലർജിക് സിംറ്റംസ് വന്നാലും ഒരു കോൺസൾട്ട് മെഡിസിൻ എഴുതാതെ അവർ ഒരിക്കലും കൊടുക്കത്തില്ല. പക്ഷെ അത് ആ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര വലുതുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സാർ ഇപ്പൊ പറഞ്ഞ കൃപ സാറ് പറഞ്ഞ എക്സാക്ട്ലി കറക്റ്റ് ആണ്. ഓക്കെ. അപ്പോ ഇന്ന് എന്തായാലും മെഡിസിന്റെ എന്താ ഒരു പെരുമഴ, എന്താണ് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് എടുത്ത നിത്യ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഇന്ന് ഞാൻ രഞ്ജന ഡോക്ടറെ ക്ഷണിക്കാം. രഞ്ജന ഡോക്ടറെ ഇല്ലേ, പോയോ? രഞ്ജന ഡോക്ടർ ഇല്ല, പോയോ? പുതിയ ആൾക്കാരെ വിളിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഡോക്ടറെ ഇപ്പൊ കാണുന്നില്ല. അപ്പൊ ഞാൻ അബ്ദുൾ സലാം സാറിനെ ക്ഷണിക്കും. നിത്യ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി അബ്ദുൾ സലാം സാറിനെ ക്ഷണിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം സാർ. ഓക്കെ. നിത്യ ഡോക്ടർ നന്നായി വിഷയം അവതരിപ്പിച്ചു. ഞാൻ ഇടക്ക് പറയണമെന്ന് കരുതിയാണ്. പിന്നെ ഏതായാലും വോട്ട് ഓഫ് താങ്ക്സിന് വേറെ ആരും കാണും. ഞാൻ ആരുടെയും പേര് അയക്കണമെന്ന് കരുതി നോക്കിയിട്ട് രഞ്ജന ഡോക്ടർ എന്ന് ഞാൻ വിളിക്കണമെന്ന് കരുതിയിരുന്നു. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അവർ ഉറങ്ങാൻ പോയി തോന്നുന്നുണ്ട്. പിന്നെ വളരെ നന്നായി അവതരിപ്പിച്ചു. മാത്രമല്ല എല്ലാ ഭാഗങ്ങളും നിത്യ ഡോക്ടർ പിന്നെ ചോദിക്കേണ്ടതില്ല, നമുക്ക് എപ്പോഴും അത് ഇതാണ് അറിയുന്നതാണ്. തുടക്കത്തിലും എപ്പോഴും നമുക്കുള്ള അനുഭവം അതാണ്. ഇനിയും കൂടുതൽ നല്ല നല്ല വിഷയങ്ങളായിട്ട് വരിക. അതുപോലെ തന്നെ ഞാൻ സാധാരണ പറഞ്ഞ പോലെ തന്നെ ഈ രഞ്ജന ഡോക്ടറും മാത്രമല്ല, രഞ്ജന ഡോക്ടറൊക്കെ ഫുള്ളായിട്ട് വളരെ ആക്റ്റീവാണ്. അവരൊന്നുകൂടി ഒരു ക്ലാസ് എടുക്കണമെന്നും കൂടി എനിക്കൊരു അഭിപ്രായം പ്രത്യേകം ഉണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ഒരു ക്ലാസ് ഫസ്റ്റ് ബുക്ക് ചെയ്യണം. അതെ, എല്ലാവരും വരണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞല്ലോ, വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി രഞ്ജന ഡോക്ടറെ വിളിച്ചപ്പോൾ ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ച് രഞ്ജന ഡോക്ടറുടെ പേര് പറയുന്നത്. അവിടെ രഞ്ജന ഡോക്ടർ വന്നിട്ടുണ്ട്. പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യാണ് രഞ്ജന ഡോക്ടർ, പ്ലീസ് ഒരു ക്ലാസ് നേരത്തെ ബുക്ക് ചെയ്യുക. വളരെ സന്തോഷം. ഏതായാലും ഇതേ സന്തോഷം, എല്ലാവരും നന്നായി കേട്ടിരുന്നു. നല്ല ജനങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു. 60ഓളം ആളുകൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേരിലും IAPHന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും. താങ്ക്സ്. ഇപ്പൊ അബ്ദുൾ സലാം സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. രഞ്ജന ഡോക്ടറെ വിളിച്ചിരുന്നു, അപ്പോഴും ഡോക്ടറെ കണ്ടില്ല. ഇനി അടുത്ത ഒരു അവസരത്തിൽ രഞ്ജന ഡോക്ടറെ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ നന്ദി പറയാൻ ക്ഷണിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ മഴ പോലെ തന്നെ ആയിരുന്നു നിത്യ ഡോക്ടർ ക്ലാസ്. ഭയങ്കര ചെറവറാന്നുള്ള മഴ അതുപോലെ ആയിരുന്നു ഡോക്ടറുടെ ഇന്നത്തെ ആ ഒരു ഫയറിംഗ്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ എല്ലാവരും തലയിൽ കയറിയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും. കാരണം എല്ലാവരും ഇന്ന് ആകാംക്ഷയോടെ ഇരുന്നത് ഈ ചുമ എല്ലാരെയും ഒന്ന് കുഴയ്ക്കുന്നുണ്ട്. അതിന്റെ ഇന്ന് ആ ഒരു പങ്കാളിത്തം കൊണ്ട് നമുക്ക് മനസ്സിലായി ചുമ എത്രത്തോളം കേൾക്കുന്നത് നല്ലതാണെന്ന് എല്ലാരും വിചാരിച്ചിട്ടുണ്ട്. അപ്പോ ഇത്രയും നല്ല ഒരു ക്ലാസ് എടുത്ത നിത്യ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് അഭിപ്രായങ്ങൾ പങ്കുവച്ച ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.